എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 2074 ദിവസമാണ്. ഇന്നത്തെ മലയാളം പ്രോഗ്രാമിൽ നമുക്കൊരു ക്ലാസ് എടുക്കുവാനായി നമ്മോടൊപ്പം അതിഥിയായി എത്തുന്ന ഡോക്ടർ അജിനി മാളിയേക്കലാണ്. ഇന്നത്തെ പ്രോഗ്രാം ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഡോക്ടർ അജിനി എന്നും നമ്മോടൊപ്പം ആങ്കറായിട്ടും സ്പീക്കറായിട്ടും എല്ലാം നമ്മോടൊപ്പം എത്തുന്ന വ്യക്തിയാണ്. ഡോക്ടർ BHMS, അതുകൂടാതെ MSc സൈക്കോളജി, ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, പവർ പെൻറ്റർ, ട്രെയിനർ ഒക്കെയാണ്. അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഡോക്ടർ അജിനി ഇന്ന് നമുക്ക് എടുക്കുന്ന വിഷയം ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്നുള്ള പുസ്തകത്തെ പരിചയപ്പെടുത്തിയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഉണ്ടായിരുന്നു. ഇന്ന് അതിന്റെ സെക്കൻഡ് പാർട്ടാണ് അജിനി ഡോക്ടർ എടുക്കാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടി വളരെ സ്നേഹപൂർവ്വം ഡോക്ടർ അജിനിയെ ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറെ, നമുക്ക് ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. അജിനി, ഞാനാണ് ഹോസ്റ്റ്. ഓക്കെ. ഡോക്ടറെ കോ-ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അൺമ്യൂട്ട് ചെയ്ത് ക്ലാസ് തുടങ്ങും. ഓക്കെ, താങ്ക് യു ഡോക്ടറെ. നമ്മള് ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്നുള്ള പുസ്തകത്തിന്റെ കുറച്ച് ഭാഗം കഴിഞ്ഞ പ്രാവശ്യം ചെയ്തായിരുന്നു. ഓർക്കുന്നോന്ന് അറിയത്തില്ല. ഞാൻ ജസ്റ്റ് അതിനെ കുറിച്ച് ഒന്നും കൂടെ പറയാം. അതായത് നമ്മളുടെ വലിയ ജോലികൾ നമ്മൾ ആദ്യം ചെയ്തു തരണം. വലിയതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതുമായ ജോലികളെ നമ്മൾ ആദ്യം ചെയ്യണം. കൊച്ചു കൊച്ചു കാര്യങ്ങൾ പിടിച്ചോണ്ടിരുന്ന് കഴിയുമ്പോൾ നമ്മുടെ വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള നമ്മുടെ സമയം പോകും എന്നുള്ളത് കൊണ്ടാണ് ആ തവളയെ ആദ്യം തിന്നേക്കൂ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ ഓതർ ഉദ്ദേശിക്കുന്നത്. ബ്രയാൻ ട്രേസിയുടെ പുസ്തകമാണ്. അദ്ദേഹം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എപ്പോഴും വലിയ ജോലികൾ ചെയ്യാൻ നമുക്ക് അത് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചുമ്മായെങ്കിലും അത് മാറ്റിവെക്കാൻ വേണ്ടി നമ്മൾ അതിന് ഇച്ചിരി സമയം വേണം, അതുകൊണ്ട് നമ്മൾ മറ്റുള്ള ജോലികളൊക്കെ ചെയ്തിട്ട് അത് തുടങ്ങാം എന്ന് പറഞ്ഞ് എപ്പോഴും നമുക്ക് നമ്മുടെ ഭാവിയിൽ ഉപകരിക്കുന്നതും നമ്മളെ ഉയർത്തുന്നതുമായുള്ള പല ജോലികളും നമ്മൾ മാറ്റിവെക്കും. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടും. അപ്പൊ അങ്ങനെ ചെയ്യരുത് എന്നുള്ളതിന് അദ്ദേഹം കുറച്ച് 10-21 ഹെഡിങ്ങിൽ അദ്ദേഹം ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോ നമ്മൾ ഈ മെയിൻ ആയിട്ടുള്ള ഒരു ജോലി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനവുമാണ്. നമുക്ക് ചെയ്യാനുള്ള കൊച്ചു ജോലികളെ പറ്റി നമുക്ക് വലിയ ബോധറൈസേഷൻ കാണത്തില്ല. അതേസമയം നമ്മൾ എപ്പോഴും ഈ കൊച്ചു ജോലികൾ ചെയ്ത് തീർത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ചെയ്യാനുള്ള വലിയ ജോലിയെ പറ്റി നമ്മുടെ മനസ്സ് ഇങ്ങനെ നമ്മളെ വിഷമിപ്പിച്ചോണ്ടേയിരിക്കും. നീ അത് ചെയ്തില്ലല്ലോ എന്ന് വിഷമിപ്പിച്ചോണ്ടേയിരിക്കും. ഈ ജോലികളിലൊന്നും നമുക്ക് സന്തോഷം കിട്ടത്തുമില്ല. അപ്പോ അതാണ് ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതില് അദ്ദേഹം അടുത്ത ഒരു പോയിന്റ്, നമ്മൾ 16 പോയിന്റ് അങ്ങോട്ട് പറഞ്ഞു. അപ്ഗ്രേഡ് യുവർ സ്കില്ലാണ് അടുത്തത്. അത് ഞാൻ അന്ന് പറഞ്ഞെന്ന് തോന്നുന്നു. എന്നാലും അതായത് നമ്മളിപ്പോ BHMS പഠിക്കുന്നു, MBBS പഠിക്കുന്നു, അല്ലെങ്കിൽ സൈക്കോളജി പഠിക്കുന്നു, വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നു. ഇതൊക്കെ നമ്മൾ തിയറട്ടിക്കലായിട്ട് പഠിക്കുന്നത് കൊണ്ട് എന്താ പറയുന്നത്, നമുക്ക് അതിലുള്ള നോളജ് ഉണ്ടാകണം എന്നില്ല. അല്ലെങ്കിൽ ഒരു കാലത്ത് പഠിച്ചിരുന്നു. ഇപ്പൊ നമ്മളൊക്കെ പഠിച്ച് 20 വർഷത്തിന് മുമ്പ് പഠിച്ചു, 10 വർഷത്തിന് മുമ്പ് പഠിച്ചു. ആ പഠിച്ചപ്പോൾ നമുക്കൊരു നോളജ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു ലെക്ചറർ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഈ മെഡിസിൻ അവർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് അയാളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്നൊക്കെ നമ്മൾ വിചാരിച്ചാലും ഒരു പേഷ്യന്റ് നമ്മുടെ മുമ്പ് വന്നിരിക്കുമ്പോൾ നമുക്ക് ഉടനെ തന്നെ അത് ഓർമ്മ വരുമെന്ന് ഇരിക്കത്തില്ല. നമ്മളൊരു കൺഫ്യൂഷനിലായിരിക്കും. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് അറിവ് കുറയുമ്പോഴാണ് ഈ കൺഫ്യൂഷൻ വരുന്നത്. നമ്മൾ പല കാര്യങ്ങളും വീണ്ടും നമ്മളത് ശരിയാക്കി വന്നാലേ നമുക്ക് ആകത്തുള്ളൂ. അപ്പോ നമ്മളിപ്പോ BHMS അല്ലെങ്കിൽ MBBS ഒക്കെ പഠിക്കുന്ന ആൾക്കാർ എന്താ ചെയ്യുന്നത്? നമുക്ക് ഒരുപാട് വായിക്കാനായിട്ട് നമുക്ക് കാണും. നമ്മളപ്പോ അതൊക്കെ ഇങ്ങനെ ചിലപ്പോ നമ്മളിങ്ങനെ പരീക്ഷയുടെ തലേദിവസമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും, ഇതൊന്ന് വായിക്കണമായിരുന്നു എനിക്ക്, ഇതൊന്ന് നല്ലോണം പഠിക്കണമായിരുന്നു എനിക്ക്. അപ്പൊ നമ്മൾ ഓർക്കും, ഇപ്പൊ വേണ്ട, ഇപ്പൊ പരീക്ഷയ്ക്ക് വരാനുള്ളത് പഠിക്കാം, പിന്നെ നമുക്ക് അതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട് പിന്നെ പഠിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജീവിതകാലത്തും നമ്മളത് പഠിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം ആ ഒരു സബ്ജക്റ്റിന്റെ പുറകെയോ അല്ലെങ്കിൽ ആ വായിച്ചപ്പോൾ നമുക്ക് രസം തോന്നിയതിന്റെ പുറകെയോ നമ്മൾ പോയിട്ടേ ഇല്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ നമ്മൾ വായിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പിന്നീട് തിരിഞ്ഞു നോക്കാത്ത ഒരുപാട് കാര്യങ്ങൾ, അത് നമ്മളെ ജീവിതത്തിൽ ഉയർത്താൻ പറ്റുന്നതായ കാര്യങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾ എപ്പോഴും വിചാരിക്കും, നമ്മൾ BHMS പഠിച്ചതല്ലേ,
എന്ന് പറയും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അപ്ഗ്രേഡ് യുവർ സ്കിൽ എന്നാണ്. നിങ്ങളുടെ സ്കില്ലിനെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു. ഇപ്പൊ പരോ ഡോക്ടറൊക്കെ മിക്കപ്പോഴും ഇവിടെ ഓരോ ഓരോ ആൾക്കാര് ഓരോ ക്ലാസ് എടുക്കാൻ വരുമ്പോ പറയാം അവരൊക്കെ വേറെ വേറെ സബ്ജക്റ്റിൽ സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് പറയും. ഇപ്പൊ പണ്ടൊക്കെ ഞാൻ ഈ MSc ഒക്കെ എടുക്കുന്നതിനൊക്കെ ഒരുപാട് മുമ്പൊക്കെ എന്തെങ്കിലും ഒരു കോഴ്സിന്റെ കാര്യമൊക്കെ ആരെങ്കിലും പറയുമ്പോൾ ഞാൻ പറയും BHMS പഠിച്ചത് തന്നെ ഞാൻ ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയിട്ടില്ല. അപ്പൊ പിന്നെ ഞാൻ ഇനി ഇത് പ്രയോജനപ്പെടുത്തിയിട്ടേ അടുത്തൊരു കോഴ്സ് ചെയ്യൂ എന്ന് നമ്മുടെ പൊട്ട ബുദ്ധിയാണ്. അപ്പൊ പറയുന്നതാണ് അതാദ്യം പഠിച്ചത് ആദ്യം പ്രയോജനപ്പെടുത്തട്ടെ പിന്നാണ് വല്ലതും ചെയ്യേണ്ടതെന്ന് പറയും. പക്ഷെ വേറൊരു കാര്യം നമ്മൾ പഠിക്കുമ്പോഴാണ് നമ്മൾ എന്താന്ന് പറയാ വേറൊരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴാണ് നമുക്ക് നമ്മുടെ പഴയ സ്കില്ലിനെയും കൂടെ മുമ്പോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് നമ്മൾ ഒരു കാര്യത്തിലോട്ട് ചെല്ലാത്തിടത്തോളം കാലം നമ്മൾ അതിനെപ്പറ്റി പഠിക്കത്തില്ല. അല്ലെങ്കിൽ നമ്മളുടെ പറ്റി പോലും നമ്മൾ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കത്തില്ല. മറ്റേ എന്താ അയാൾ ഞാൻ ആരാണെന്ന് നീ എന്നോട് ചോദിക്കുന്നത് പറയുന്നത് പോലെ മറ്റേ തമാശ പറയുന്ന പോലെ നമ്മൾ ആരാണെന്ന് പോലും നമ്മൾ മനസ്സിലാക്കാത്ത അവസ്ഥയാണ് പല ആൾക്കാർക്കും ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ തന്നെ നമ്മളെ ചുരുക്കും. ഞങ്ങൾക്ക് അതൊന്നും അങ്ങനെ വലിയ അറിയത്തില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ ആരുടെയെങ്കിലും മുമ്പിൽ പോയി ചമ്മണ്ടി വരും. ഇപ്പൊ നമ്മൾ പല വാല്യൂസും പല കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചതിനേക്കാൾ ഉപരി ഇപ്പൊ ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പല ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ സത്യം തന്നെയാണ്. പക്ഷെ നമ്മൾ എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്ന ഒരു ഇമേജ് പോലും ഒരു ചെറിയ വാല്യൂവിന്റെ പ്രശ്നത്തെ ആൾക്കാർ അവർക്ക് അതൊന്നും അറിയത്തേ ഇല്ല എന്ന് നമ്മളെ ഡീഗ്രേഡ് ചെയ്യും. അപ്പൊ നമ്മൾ അത് ഡീഗ്രേഡ് ചെയ്യാതിരിക്കാനും നമ്മളെ നമ്മളാക്കി നിലനിർത്താനും നമ്മൾ ഒരുപാട് സ്കില്ലുകൾ വളർത്തേണ്ടതുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ അത് ചെയ്യാതെ അതിനു പകരം പല കാര്യങ്ങളിൽ ഇടപെടാതെ നമ്മളുടെ സ്കില്ലുകൾ വളർത്തിക്കൊണ്ടിരിക്കണം. ഇത് ഇപ്പം നമ്മുടെ BHMSകാരുടെയോ ഒന്നുമല്ല, നമ്മുടെ ജനറൽ ഒരു സ്വഭാവമാണ്. ഞാൻ ദുബായിൽ ഉണ്ടായിരുന്നപ്പോ ഒരു ലേഡിയുടെ വീട്ടിൽ പോയി. പുള്ളിക്കാരൻ നല്ല കുക്കൊക്കെയാണ് കേട്ടോ, നല്ലോണം എന്തെങ്കിലുമൊക്കെ നോക്കിയൊക്കെ ഉണ്ടാക്കിയൊക്കെ തരും. പക്ഷേ ഞാൻ പോയപ്പോ പുള്ളിക്കാരുടെ ബെഡ്റൂമിൽ ഒരു ഫുൾ അലമാരയല്ല, ഇങ്ങനെ വലിക്കുന്ന ഡ്രോയർ ഉണ്ടല്ലോ, അങ്ങനെ പൊക്കമുള്ള ഒരു ഡ്രോയർ, ഒരു വൈറ്റ് ഡ്രോയർ നിറച്ചും വനിതയായിരിക്കുന്ന വനിത. അതായത് എന്തെങ്കിലും കുക്ക് ചെയ്യാനുള്ള റെസിപ്പി, വെട്ടിയത് വേറെ, വെട്ടി ബുക്കിലൊട്ടിച്ചത് വേറെ, അങ്ങനെ കുറേ വനിതകൾ ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു ഇതൊക്കെ ചേച്ചി ഉണ്ടാക്കി നോക്കിയോ? ചിലതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇനിയും ഉണ്ടാക്കാനുണ്ട് എന്ന് പറയും. അപ്പൊ ഞാൻ എന്നെങ്കിലും ഇപ്പൊ തന്നെ പുള്ളിക്കാരുടെ ഹസ്ബൻഡ് റിട്ടയർ ചെയ്തിട്ട് വീണ്ടും അവിടുത്തെ ഗവൺമെന്റ് സർവീസിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങിയിട്ട് 60 വർഷം അല്ല 5 വർഷം കൂടെ കണ്ടായി, 60 വയസ്സ് 65 വയസ്സും കണ്ടായി. അപ്പൊ ഇനിയും ഉണ്ടാക്കാനുള്ള റെസിപ്പീസ് ആണ് ഇരിക്കുന്നത്, ഓരോ പ്രാവശ്യം എടുത്ത് പൊടി തട്ടി അതൊക്കെ. അപ്പൊ നമ്മള് എന്താ പറയുന്നത്, ഇതുപോലെ നമ്മളും ആ ബുക്ക് നമ്മൾ പിന്നെ വായിക്കാം, ഈ ബുക്ക് നമുക്ക് വായിക്കാം. ഞാൻ എല്ലാരും എല്ലാ റെസിപ്പിയും ഉണ്ടാക്കിക്കോണം, എല്ലാ ബുക്കും വായിച്ചോണമെന്നില്ല. നമ്മളുടെ സ്കില്ല് വളർത്താൻ, നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഏതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ എങ്ങനെയാ വെച്ചാൽ രാവിലെ എണ്ണീറ്റ് കുറച്ച് ജോലികൾ ചെയ്ത് കുക്ക് ചെയ്ത് പിള്ളേർക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു, അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ വിചാരിക്കും നമ്മൾ എന്തൊക്കെയോ ചെയ്തു. അതാണ് നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ. ഞാനൊന്നും ചുമ്മാ നിന്നിട്ട് നിങ്ങളെ ഉയർത്താൻ എന്ത് ചെയ്തു, അല്ലെങ്കിൽ നമ്മളെ ഉയർത്താൻ എന്ത് ചെയ്തു എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോ ഈ പറഞ്ഞു വെച്ചിരിക്കുന്ന റെസിപ്പി പോലെ തന്നെയാണ് നമ്മളുടെ നോളജുകൾ പലതും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മളിപ്പോ ഇവിടെ ഈ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോഴും നമ്മൾ ഓർക്കും, അതെ ഇങ്ങനെ ഉണ്ടോ ആ മെഡിസിനിൽ, അതൊന്ന് വായിക്കണം എന്നോർക്കും. പക്ഷെ നമ്മൾ ഇത് കഴിഞ്ഞ് അടച്ചു വെച്ച് നമ്മൾ വേറെ കാര്യങ്ങൾക്ക് പോകും, നമ്മളത് വായിക്കത്തില്ല. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും എന്താ വെച്ചാല് നമുക്കത് ആവശ്യമുള്ളതാണെങ്കിൽ നമ്മളത് എഴുതി വെച്ചിട്ട് നാളെ അത് ചെയ്യണം, നാളെ ചെയ്യേണ്ട കാര്യങ്ങളിൽ ആ മെഡിസിൻ വായിക്കണം, അല്ലെങ്കിൽ ഇന്ന സബ്ജക്ട് നോക്കണം, ഫൈൽസിനെ കുറിച്ച് ഞാൻ ഒന്നും കൂടെ നോക്കണം എന്ന് നമ്മൾ എഴുതി വെക്കുകയും അത് നോക്കുകയും ചെയ്യുന്നത് നമ്മളുടെ സ്കില്ലിനെ അപ്ഗ്രേഡ് ചെയ്യാൻ ഉപയോഗിക്കും. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, നിങ്ങൾ ഏത് സ്കില്ലാണ് ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പൊ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് എക്സ്ട്രാ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതുവരെ കുക്ക് ചെയ്ത് ശരിയാകാത്ത ഒരു കുക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ അതിനൊക്കെ നമുക്ക് സമയം നമ്മളുടെ 24 hours ഏത് നേരം അരമണിക്കൂർ ഇംഗ്ലീഷ് പഠിക്കാൻ ഞാൻ എടുക്കും, അരമണിക്കൂർ കുക്കിംഗ് പഠിക്കാൻ ഞാൻ എടുക്കും, അരമണിക്കൂർ 10 പേജ് വായിക്കും, അല്ലെങ്കിൽ 10 മിനിറ്റ്, അത്രയൊക്കെ മതി. 10 മിനിറ്റ് വീതം നമ്മൾ വായിച്ചിരുന്നെങ്കിലും ഇന്ന് നമുക്ക്
കുറെ വായിക്കാനായിട്ട് പറ്റും. 10, 20, 15 ഒക്കെ മിനിറ്റ് മതി. ഒരു 2 പേജ് വീതം വായിച്ചിരുന്നെങ്കിലും നമുക്ക് എത്രയോ വായിക്കാമായിരുന്നു. പക്ഷെ ഇതൊക്കെ നമ്മളിങ്ങനെ ഓർക്കുമെന്നല്ലാതെ നമ്മൾ വിട്ടുപോകും. ഇപ്പൊ മൂർച്ചപ്പെടുത്താത്ത കത്തി പോലെയും അല്ലെങ്കിൽ ബ്രഷപ്പ് ചെയ്യാത്ത നോളജ്, ഇപ്പൊ നമ്മൾ ഓർക്കും നമ്മൾ പഠിച്ചവരാണെങ്കിലും ബ്രഷപ്പ് പണ്ട് പഠിച്ച കാര്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുക എന്ന് വെച്ചാൽ പുതിയ കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ, പഠിച്ച കാര്യങ്ങളും നമ്മൾ പഠിക്കണം. ബ്രഷപ്പ് ചെയ്യുന്ന നോളജ്. അതുപോലെ തന്നെ ഞാൻ ഇന്നാളും പറഞ്ഞല്ലോ, മൂർച്ചയില്ലാത്ത, ഇപ്പം നമ്മൾ എപ്പോഴും കാണാം നല്ല ഈ ഇറച്ചി വെട്ടുന്നവര്, മീൻ വെട്ടുന്നവര്, അങ്ങനത്തെ ഒക്കെ ഷോപ്പിലൊക്കെ പോയാൽ അവര് എപ്പോഴും ഈച്ച് യൂസിന് മൂർച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നമ്മൾ നമ്മുടെ വീട്ടിലെ കത്തി അങ്ങനെ എപ്പോഴും ഷാർപ്പൺ ചെയ്യത്തില്ല. എന്താന്ന് പറഞ്ഞാൽ ഉപയോഗം കൂടുമ്പോഴാണ് മൂർച്ച കൂട്ടേണ്ടത് എന്ന് പറയുന്നത് പോലെയാണ്. നമ്മൾ അത് കൂടുതൽ എടുത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ നമ്മൾ മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കണം. കത്തിയുടെ ഉപയോഗം അവർക്ക് കൂടുതലായതുകൊണ്ടാണ് അവർ എപ്പോഴും മൂർച്ചപ്പെടുത്തുന്നത്. അപ്പൊ നമ്മളുടെ നോളജ് മൂർച്ചപ്പെടുത്തിക്കൊണ്ടേ ഇരുന്നാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. ഇപ്പൊ യേശുദാസിന്റെ കാര്യം, ഇത്രയും വലിയ ശബ്ദത്തിനുടമയാണ്, ഇത്രയും വലിയ ഗായകനാണ്, എന്നാ പിന്നെ മിണ്ടാതിരുന്നാ പോരെ. അവരെല്ലാം രാവിലെ സാധകം ചെയ്യും. പാട്ടുകാരെല്ലാം രാവിലെ സാധകം ചെയ്യും. നമ്മളും നമ്മുടെ അറിവിനെ സാധകം ചെയ്യേണ്ടതുണ്ട്. ക്രിക്കറ്റ് കളിക്കുന്നവര് അവർക്കൊക്കെ നല്ല സൂപ്പറായിട്ട് അടിക്കാനൊക്കെ അറിയാം. ഏത് ബോൾ വന്നാലും അതിനെ ഇത് ചെയ്യാനൊക്കെ അറിയാം. പക്ഷെ എന്നാൽ പോലും എന്തിനാണ് ഈ 4 മണിക്കൂറും 5 മണിക്കൂറും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്? ഒരിക്കലും നിർത്തിവെക്കുന്ന ഒരു പ്രാക്ടീസ് ഇല്ലാത്ത ഒരു സംഭവം ഒരിക്കലും വിജയിക്കത്തില്ല എന്ന് മാത്രമല്ല, നമ്മുടെ കോൺഫിഡൻസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഏത് സ്കില്ലെടുത്ത് നോക്കിയാലും അവരത് ഇങ്ങനെ പ്രാക്ടീസ്, ക്രിക്കറ്റ് ആകട്ടെ, പാട്ടാകട്ടെ, ഏത് സ്പോർട്സും ആകട്ടെ, എന്ത് കാര്യങ്ങളാണെങ്കിലും അവരുടെ സ്കില്ലുകൾ അവര് ഇത് ചെയ്തോണ്ടിരിക്കും. ബട്ട് ഈ സിനിമ, എന്റെ അങ്കിൾ ഒരു സിനിമ പിടിച്ചായിരുന്നു. അപ്പം ആ സംവിധായകർക്കൊക്കെ എത്രയോ കാസറ്റ്സ് ഇങ്ങനെ എടുത്തിട്ട് അവരിങ്ങനെ ഹോട്ടലിൽ ഇരുന്ന് അതിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം കോപ്പി അടിക്കാനാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ കളിയാക്കുമായിരുന്നു. പക്ഷെ എന്നാലും ഞങ്ങളിങ്ങനെ കുടുംബവിശേഷം എന്ന് പറഞ്ഞു. അപ്പൊ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവരെല്ലാരും ഈ ബ്രദേഴ്സ് ടൂറിസ്റ്റ് ഹോം ഇവിടെ ആലപ്പുഴയിൽ താമസിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എപ്പോഴും 10, 15, 16 കാസറ്റ് എടുത്തോണ്ട് ഇങ്ങനെ കൊണ്ട് കൊടുക്കും. പിന്നെ തിരിച്ച് എടുത്തോണ്ട് വരും. അപ്പൊ ഞാൻ പറയും, ഉമ്മാർ ഇതൊക്കെ നോക്കി കോപ്പി അടിക്കുന്നതായിരിക്കും, ഇതൊക്കെ നോക്കിയിട്ട് വേണം ഇവന്മാർക്ക് കോപ്പി അടിക്കാന്ന് പറയുമായിരുന്നു അത്. പക്ഷെ അവര് ഇപ്പം ഞാൻ ഇന്ന് നമുക്കൊരു മെച്ചൂരിറ്റി വന്നപ്പോ, അന്ന് ഞാൻ ചെറിയ വയസ്സായതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പറയുമായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് മെച്ചൂരിറ്റി വന്നപ്പോ നമ്മൾ തോക്കും. ഇപ്പൊ നമ്മളൊരു സ്പീച്ച് കൊടുക്കുമ്പോൾ 10 പേരുടെ സ്പീച്ച് കേൾക്കും. അതെങ്ങനെയാണ് എന്ന് നമുക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടും, അതല്ലെങ്കിൽ അവരെക്കാൾ കുറച്ചും കൂടെ നമുക്ക് എന്ത് ആഡ് ചെയ്യാം എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടും നമ്മൾ നോക്കും. അപ്പൊ അത് ഒരു കോപ്പിയേക്കാൾ ഉപരി കുറച്ചുകൂടെ ഒരു അറിവെടുക്കുക എന്നുള്ളതായിരിക്കും അവർ ഉദ്ദേശിച്ചെന്ന് ഇപ്പം ഞാൻ ചിന്തിക്കും. അന്ന് ഞാൻ അവരെ കളിയാക്കിയിട്ടേ ഉള്ളൂ. ഇത്രയും നമ്മൾ മുറിയും എടുത്ത് കൊടുത്ത് കാസറ്റും കൊടുത്തിട്ട് വേണം ഇവന്മാർക്കിനി നമുക്കൊരു ഐഡിയ പറഞ്ഞു തരാനെന്നാണ് അന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെയല്ല. നമ്മൾ ഏതൊരു കാരണം ഇപ്പൊ നമ്മൾ എല്ലാം അറിയാമെങ്കിലും നമ്മൾ അത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പൊ എന്നതാണ് നമ്മളുടെ സ്കില്ല് വളർത്തുക എന്ന് ഉള്ള ഇതിൽ. പിന്നെ അടുത്ത പോയിന്റ് അദ്ദേഹം പറയുന്നത്, പുട്ട് പ്രഷർ ഓൺ യുവർ സെൽഫ്. ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞു, നമ്മൾ വായിക്കണം, വായിക്കണം, അല്ലെങ്കിൽ നമ്മുടെ സ്കില്ല് വർദ്ധിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് നാളെ ആകുമ്പോൾ നമ്മൾ അതങ്ങ് മറക്കും. അങ്ങനെ തന്നെയാണ്. നമ്മൾ തന്നെ നമ്മളിൽ പ്രഷർ ഇടണം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇങ്ങനെ നമ്മുടെ ഫോണിലൊക്കെ അലാം വെക്കണം. വെച്ചിട്ട് ഇന്ന് വായിക്കാന്ന് പറഞ്ഞത് വായിക്കാൻ വേണ്ടി സമയം, ടൈം ഫോർ റീഡിങ് എന്നെന്തെങ്കിലും കൊടുത്തേക്കണം. അപ്പൊ അത് നമ്മളെ ഇങ്ങനെ ഓർമ്മിപ്പിക്കും, ഇത് നിങ്ങളുടെ ടൈമാണ്, റീഡ് ചെയ്യാനുള്ള ടൈമാണ് എന്ന് പറഞ്ഞു. ചിലപ്പോൾ ശരിയാണ്, നാളത്തെ ദിവസം നമ്മൾ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ നാളെ ഉഴപ്പിയാലും നമ്മൾ അടുത്ത ദിവസവും വെക്കണം. അപ്പൊ 2-3 ദിവസം ഫോൺ പറയുന്ന കേട്ടെങ്കിലും നമ്മൾ നാണം കെട്ട് നമുക്കൊരു ഇത് തോന്നും. കാരണം വെച്ചാൽ നമുക്കല്ലാതെ നമുക്ക് തോന്നത്തില്ല. നമ്മൾ എപ്പോഴും എന്താന്ന് വെച്ചാല് നമ്മൾ ആ ഫ്രോഗിനെ തിന്നാതെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ തിന്നുകൊണ്ടിരിക്കാനേ നമുക്ക് തോന്നത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മളെ തന്നെ പ്രഷറിലാക്കണം. പിന്നെ നമുക്ക് വേറൊരു സ്വഭാവമുണ്ട്, അത് എല്ലാവർക്കും ഉള്ള ഒരു സ്വഭാവം. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടു തരും. ഇപ്പോ പണം ഉണ്ടാക്കുന്നതിന്റെ അതിനെ പറ്റി പറയുമ്പോ എല്ലാ ആൾക്കാർക്കും ഇപ്പൊ ഞാൻ പറയുവാണ്, ഇപ്പൊ എനിക്ക് ഇതുപോലൊരു ഹോട്ടല് ഞാനും മേടിക്കും എന്ന് പറയുമ്പോഴത്തേക്ക്, മേടിക്കണമെങ്കിൽ എങ്ങനെയാ, ഒരു ലോട്ടറി അടിച്ചാൽ മതിയായിരുന്നു. ഇതാണ് നമ്മുടെ ചിന്ത. കാരണം എന്താ വെച്ചാല് ഈ ലോട്ടറി അടിക്കുക, ക്രിസ്മസ്
ക്രിസ്മസ് ഫാദർ പണ്ടൊക്കെ കൊച്ചിലെയൊക്കെ ഒരുപാട് ഓർക്കുമായിരുന്നു. ക്രിസ്മസ് ഫാദർ കൊണ്ടുവന്ന് പ്രസന്റ് തരും. അങ്ങനെ ഓസിന് ആരെങ്കിലും വന്ന് നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണോ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് പൊക്കണോ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമുക്കായിട്ട് അതിന് ഒരു മടിയാണ് പൊതുവെ. അപ്പൊ നമുക്കൊരു കഴിവുണ്ടെങ്കിൽ, പിന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇപ്പൊ ഒരാൾക്ക് ഒരു പാട്ട് പാടാൻ കഴിവുണ്ടായിരിക്കും. പക്ഷെ നമ്മളിപ്പോ പറയാ ഒരു പാട്ട് പാട് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു സംശയം, എനിക്ക് പാടാൻ അറിയാവോ അല്ലെങ്കിൽ എന്റെ പാട്ട് മതിയോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തെടുക്കും, ഓ എനിക്ക് പാടാനൊന്നും അറിയത്തില്ല, എനിക്ക് അല്ലെങ്കിൽ എനിക്കത് എന്നെ കൊണ്ട് അത് സാധിക്കത്തില്ല എന്ന് നമ്മൾ പറയും. ഇത് 10 പ്രാവശ്യം പറയുമ്പോൾ നമ്മുടെ മനസ്സങ്ങ് വിശ്വസിക്കും ഇവളെ കൊണ്ട് സാധിക്കത്തില്ല എന്നുള്ളത്. അപ്പം നമ്മൾ ഒരിക്കലും നമുക്ക് കഴിവില്ല എന്ന് നമ്മള് കഴിവുണ്ടെന്ന് പറഞ്ഞ ഒരു അഹങ്കാരം ആവുമല്ലോ. ഇതാണ് നമ്മുടെ ചിന്ത. അപ്പൊ ഞാൻ പറയാ എനിക്ക് പാടാൻ പറ്റും എന്നൊക്കെ പറയുവാണെങ്കിൽ ഈ പാടാൻ അറിയാത്ത ഞാനിങ്ങനെ പറഞ്ഞത് കൊണ്ട് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഞാൻ പറയുന്നത്. ഒരു അഹങ്കാരമായി പോകത്തില്ലേ വെറുതെ എന്ന് വിചാരിച്ചായിരിക്കും പറയുന്നത്. പക്ഷെ നമ്മൾ ഓർത്തോണ്ടേണ്ട കാര്യം എന്താ വെച്ചാൽ എപ്പോഴും നമ്മുടെ മനസ്സത് കേൾക്കുന്നുണ്ട്. 10 പ്രാവശ്യം അത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സതങ്ങ് അക്സെപ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ സെൽഫ് ഡൗട്ട് ചെയ്യുവാണ്, എനിക്കറിയാവോ അപ്പം പിന്നെ ആ സംശയം ആദ്യം അറിയാവോ എന്നൊരു സംശയമായിരിക്കും. പിന്നീട് നമ്മൾ പറഞ്ഞു എനിക്ക് അത് എന്നെ കൊണ്ട് അത് സാധിക്കത്തില്ല എന്ന് നമ്മൾ അങ്ങ് പറഞ്ഞു വെക്കും. അതാണ് അതില് വരുന്ന ഒരു കാര്യം. അപ്പം നമ്മൾ എന്താ വെച്ചാല് നമുക്ക് ഉണ്ട് എന്ന് നമുക്ക് ബോധ്യം ഉണ്ടെങ്കിൽ, നമുക്ക് പറ്റും എന്ന് ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങ് ചെയ്യണം. അതിൽ മിസ്റ്റേക്ക് വരുമായിരിക്കും, ശരിയായിരിക്കും. അപ്പൊ നമുക്ക് എന്താണ് മിസ്റ്റേക്ക് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തെറ്റ് പറ്റുക അല്ലെങ്കിൽ കുഴപ്പം പറ്റുക എന്നൊക്കെ ഉള്ളത് ഒരു ലേണിംഗ് ആയിട്ട് എടുക്കണം. എപ്പോഴും നമ്മൾ അതിനൊരു കുറവായിട്ട് നമ്മൾ എടുക്കാൻ പറ്റില്ല. അപ്പോ പുട്ട് പ്രഷർ ഓൺ യുവർ സെൽഫിനെ പറ്റിയിട്ടാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. നമുക്ക് നമ്മളെ കുറിച്ച് ഒരു സെൽഫ് ഡൗട്ടും വേണ്ട. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ചെയ്യുക. ഇനി നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇമ്പ്രൂവ് ചെയ്യുക. ഇനി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇന്നലെ ചെയ്തില്ലല്ലോ അത് എന്ന് നമ്മളോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചറിയാം. നമ്മൾ ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും നമ്മളോട് എന്താ പറയുന്നതെന്ന് നമ്മൾ ഒരാളെ കാണാൻ പോവാം. അപ്പൊ നമ്മളോട് തന്നെ പറയും, ഓ അയാൾ ഇനി ഏത് മൂഡിലാണോ ഇരിക്കുന്നത്, എന്തൊക്കെയാണോ പറയുന്നത് എന്നറിയത്തില്ലല്ലോ എന്നൊക്കെ നമ്മളോട് തന്നെ പറയും. അപ്പൊ നമുക്ക് തന്നെ ഒരു പേടി ഉണ്ടാവും, ഓ ഇനി ശരിയാകത്തില്ലെന്ന്. അതേസമയം ഞാൻ പോണ കാര്യങ്ങളെല്ലാം നല്ലതായിട്ട് നടക്കും, എനിക്ക് അവിടെ പാർക്കിംഗ് കിട്ടും, എനിക്ക് കറക്റ്റ് സമയത്തിന് എത്താൻ പറ്റും, ഇങ്ങനെയെന്നൊക്കെയാണ് നമ്മൾ അതിനെ തിരുത്തണം. നമ്മുടെ മനസ്സിങ്ങനെയൊക്കെ പറയും, ഇങ്ങനെ പോയാൽ നീ ചിലപ്പോൾ ലേറ്റ് ആകും കേട്ടാ, അങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ തന്നെ തിരുത്തണം. ഇല്ല ഞാൻ ചിലപ്പോൾ നല്ല മൂഡിലായിരിക്കും. ഇങ്ങനെ നമ്മൾ പല പ്രാവശ്യം തിരുത്തി കഴിയുമ്പം നമുക്ക് അതിന്റെ ആ വ്യത്യാസം മനസ്സിലാകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് വരും. പിന്നെ അടുത്ത പോയിന്റ്, മോട്ടിവേറ്റ് യുവർ സെൽഫ് ഇൻ ടു ആക്ഷൻ. നേരത്തെ പറഞ്ഞതിന്റെ വേറൊരു, നിങ്ങൾക്ക് പ്രഷർ കൊടുക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു സംഭവം തന്നെയാണ് ഇത്. നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യണം, സെൽഫ് ടോക്ക് കൊടുക്കണം. നമ്മൾ എപ്പോഴും സെൽഫ് ടോക്ക് നമുക്ക് നമ്മുടെ ബ്രെയിനിന് ഒരു ഇതുണ്ട്, നമ്മൾ അബദ്ധങ്ങളിലോ ബുദ്ധിമുട്ടിലോ ഒന്നും ചെന്ന് ചാടരുതെന്ന് ഓർത്തിട്ട് ബ്രെയിൻ നമ്മളെ ഇങ്ങനെ ഓർമ്മിപ്പിക്കും. അവിടെ പോയാലേ ഇന്നത് പറ്റും, ഇന്ന കുഴപ്പമുണ്ട്. നമ്മളിപ്പോ രാത്രി ഇപ്പൊ വെളിയിലോട്ട് ഇറങ്ങാൻ പോവാന്ന് വെച്ചോ, അപ്പൊ അല്ലെങ്കിൽ കുറച്ച് ദിവസം മുമ്പൊക്കെ പാമ്പുകൾ വന്ന് കിടപ്പുണ്ട് അങ്ങനെയെന്ന് പറയുമ്പോൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മുടെ ബ്രെയിൻ ഓർമ്മിപ്പിക്കുന്നതാണ് പാമ്പ് എന്ന് പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നത്. പക്ഷെ ഇത് 2-3 പ്രാവശ്യം നമ്മളോട് ഇങ്ങനെ പലരും പറയാം, പാമ്പുണ്ട് കേട്ടോ, സൂക്ഷിച്ചോണം, കട്ടിലിൽ കിടപ്പുണ്ട്, ഷൂയിൽ കിടപ്പുണ്ട്, ഇങ്ങനെയൊക്കെ പറയുമ്പോഴുണ്ടല്ലോ നമ്മൾ ആവശ്യമില്ലാതെ അതിനെപ്പറ്റി ഓവറായിട്ട് ചിന്തിച്ചു കഴിയുമ്പോൾ നമ്മൾ ചുമ്മാ എങ്കിലും കിടക്കുന്ന കയറ് പോലും പാമ്പാണെന്ന് പറയും. അയ്യോ അവിടെ പാമ്പുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ, ഇങ്ങനെ നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കും, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇങ്ങനെ പലത് ചിന്തിക്കും. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിന് പകരം അങ്ങനെ ഒരു ചിന്ത നമുക്ക് വരുമ്പോൾ നമ്മൾ അതിനെ മാറ്റിയിട്ട് നമ്മളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യണം. നമ്മളെ കൊണ്ട് പല കാര്യങ്ങളും സാധിക്കത്തില്ല എന്ന് മറ്റുള്ളവർ പറയുന്നതോ മറ്റുള്ളവർ ഡിസ്കറേജ് ചെയ്യുന്നതോ അല്ല. ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, നമ്മൾ തന്നെയാണ് നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഓ അതൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ എനിക്ക് സാധിക്കത്തില്ല എന്ന് നമ്മളോട് പറയുന്നതും നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നതും നമ്മൾ തന്നെയാണ്. അപ്പൊ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യണം. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യം പറയാം, ഓ
അപ്പൊ പുള്ളിക്കാരിയെ കൊണ്ട് അതൊക്കെ പറ്റും. അപ്പൊ പുള്ളിക്കാരി എവിടെ പോയാലും എല്ലാ കാര്യവും ഈസി ആയിട്ട് നടക്കും. ഇതൊക്കെ നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? നം നമുക്ക് പറ്റത്തില്ല എന്നുള്ളത് നമ്മൾ വീണ്ടും വീണ്ടും ഉറപ്പിച്ച് പറയുന്നതാണ്. അതുപോലെ മറ്റുള്ളവർക്ക് പറ്റും എന്ന് പറയുമ്പം നമ്മളിപ്പം എനിക്ക് കുശുമ്പുണ്ടോന്ന് ചോദിച്ചാൽ ഞാൻ പറയൂ എനിക്ക് ആരോടും കുശുമ്പൊന്നുമില്ല. പക്ഷേ വേറൊരാൾക്ക് അത് കാര്യം ചെയ്യാൻ പറ്റും. അവർക്ക് അത്രയും കഴിവ് വെച്ചിട്ട് അവര് ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ, എനിക്കത് പറ്റുന്നില്ലല്ലോ എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തില് കുശുമ്പ് തന്നെയാണ്. അതിന്റെ വേറൊരു ഫോം ആണെന്നേ ഉള്ളൂ. നമ്മളത് മനസ്സിലാക്കുന്നില്ല. അപ്പം വേറൊരാൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് എനിക്കും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ നമ്മൾ എപ്പോഴും എന്താന്ന് വെച്ചാല് നമ്മളെ പറ്റിയും എന്താ പറയുന്നത്, നമ്മളെ പറ്റിയും നമ്മൾ ഡീഗ്രേഡ് ചെയ്ത് സംസാരിക്കരുത്. കൺട്രോൾ യുവർ ഇന്നർ ഡയലോഗ്. നമ്മൾ നമ്മുടെ ഡയലോഗ്സിനെ നമ്മൾ ഒന്ന് കൺട്രോൾ ചെയ്യണം. നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല കേട്ടോ. ഞാനത് ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് പലപ്പോഴും മനസ്സിലായത് നമ്മളിങ്ങനെ കോൺസ്റ്റന്റ്ലി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പല കാര്യങ്ങളും. അപ്പൊ നമ്മളുടെ ആ സംസാരങ്ങൾ മാറ്റി അതിന് പകരം പോസിറ്റീവ് ആക്കി ഇപ്പോഴാണെങ്കിലും ചിലപ്പോഴൊക്കെ നമ്മൾ അറിയാതെ ആ പഴയ ഡയലോഗ്സ് ഒക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും. ചില സമയമേ നമ്മൾ മാറ്റത്തുള്ളൂ. എന്നാലും അത് മാറ്റിയതിന് ശേഷം നമ്മൾ ചിന്തിക്കുക എന്നുള്ളത് ഒരു ഹാബിറ്റ് ആക്കി എടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ ഇച്ചിരി ചെറുതാക്കി പറയാനൊന്നും പോകരുത്. നമുക്ക് സ്വയം ഒരിക്കലും നമ്മൾ തരം താഴ്ത്തരുത്. നമ്മളെ റെസ്പെക്ട് ചെയ്താലേ മറ്റുള്ളവർ നമ്മളെ റെസ്പെക്ട് ചെയ്യത്തുള്ളൂ. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ വേറൊരാൾ വന്ന് നമ്മളെ റെസ്പെക്ട് ചെയ്യോ, വേറൊരാൾ വന്ന് നമുക്ക് നല്ലത് പറയോ, വേറൊരാൾ അപ്രീഷിയേറ്റ് ചെയ്യോ എന്ന് നമ്മൾ വിചാരിക്കുന്നത് വെറും മണ്ടത്തരമാണ്. ചെയ്യുമായിരിക്കും, നല്ല മനസ്സുള്ള ആൾക്കാരും അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ എന്നാലും നമ്മളെ അങ്ങ് സ്നേഹിക്കണം. നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. എനിക്കായിട്ട് എന്ത് മേടിച്ചു, ഒരു 100 രൂപ നമ്മൾ ചെലവാക്കുമ്പോൾ നമ്മൾ 2 രൂപയെങ്കിലും നമുക്കായിട്ട് ചെലവാക്കണം. നമ്മുടെ സന്തോഷത്തിനായിട്ട് എടുക്കണം. നമ്മൾ ശരിയാണ്, കുടുംബത്തിന് ചെലവാക്കുന്നത് നമ്മുടെ സന്തോഷം തന്നെയാണ്, ഒരിക്കലും അല്ല എന്നല്ല പറയുന്നത്. പക്ഷെ പേ യുവർ സെൽഫ്. അല്ലെങ്കിൽ മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ എല്ലാവരെയും എൻകറേജ് ചെയ്യും, പക്ഷെ എനിക്ക് പറ്റൂല എന്ന് പറയരുത്. നമ്മളെ എൻകറേജ് ചെയ്യണം, നമുക്ക് പറ്റുമെന്ന് വിശ്വസിക്കണം. അത് പിന്നെ നമ്മൾ ചിലപ്പോൾ നമ്മളെ പറ്റി തന്നെ കുറവ് പറയും. എനിക്ക് ആ കഴിവൊന്നുമില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും ഉണ്ടായിട്ട്. പക്ഷെ എന്താന്ന് പറയാ, നമ്മളെ കേട്ട് നിൽക്കുന്ന ചില ആൾക്കാരുണ്ട്, ഭയങ്കര മെമ്മറിയാ അവർക്ക്. അവർ കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്ക് ആ കഴിവൊക്കെ ഉണ്ടായിരിക്കും, നമ്മളത് അടുത്ത പ്രാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യും. നമ്മളെ കേട്ട് നിൽക്കുന്ന ചില ആൾക്കാര് പറയും, നിങ്ങൾക്ക് അതൊന്നും അറിയത്തില്ലായിരുന്നല്ലോ, ഇപ്പൊ എങ്ങനെ അറിയാം എന്ന് നമ്മളോട് ചോദിക്കുന്ന ചില ആൾക്കാരും ഉണ്ട്. അങ്ങനത്തെ മെമ്മറി ഉള്ള കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവര് നമ്മളെ പെട്ടെന്ന് നമ്മള് ഡീഗ്രേഡ് ആയതുപോലെ പിന്നൊരു അവസരത്തിൽ നമുക്ക് തോന്നും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ചാൻസ് നമ്മൾ കൊടുക്കാതിരുന്നാൽ നമുക്ക് നല്ലതാണ്. ടെക്നോളജി ഈസ് ടെറിബിൾ മാസ്റ്റർ. പിന്നെ അടുത്ത് നമ്മളെന്ന് പറഞ്ഞാൽ ടെക്നോളജി, അതായത് നമ്മളുടെ ഈ ഫേസ്ബുക്ക്, മറ്റേത് വാട്സപ്പ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാല് ടെക്നോളജിക്ക് 2 ഗുണമുണ്ട്. ടെക്നോളജി ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് വേർസ്റ്റ് എനിമി. നമ്മളിപ്പോ ഈ ടെക്നോളജി കൊണ്ടാണല്ലോ ഈ സൂമിൽ ഇരിക്കുന്നതും നമ്മൾ സംസാരിക്കുന്നതും, ഈ രാത്രി പല സ്ഥലങ്ങളിലുള്ളവർ ഒരുമിച്ച് കൂടിയതും ഒക്കെ ടെക്നോളജിയുടെ ഡെവലപ്മെന്റ് കൊണ്ടാണ്. പക്ഷെ ടെക്നോളജിയുടെ കുഴപ്പം എന്താന്ന് വെച്ചാല് നമ്മള് ടെക്നോളജി വിളിക്കുന്ന വഴിക്ക് പോവുക. ഒരു റീൽസ് എടുത്ത് അത് കണ്ട് അപ്പൊ നോക്കിയപ്പോ ഒരെണ്ണം ആരെങ്കിലും അയച്ചു തന്നെ ആയിരിക്കും, എന്തെങ്കിലും കാണാൻ വേണ്ടി, ഉപയോഗമുള്ള ഒരെണ്ണം കാണാൻ വേണ്ടി. അതുകൊണ്ട് നമ്മൾ നിർത്തത്തില്ല. അതിന്റെ താഴെ വരുന്ന റീൽസ്, അതിന്റെ അടുത്ത താഴെ വരുന്ന റീൽസ്. അപ്പൊ നല്ല ഒരു തമാശ. നമ്മൾ അറിയാതെ നമ്മളുടെ സമയം പോകാൻ നമ്മൾ അനുവദിക്കാനേ പാടില്ല. അപ്പൊ നമുക്ക് നമ്മുടെ ചോയ്സ് ഉണ്ട്. നമ്മളാണ് ടെക്നോളജിയെ നിയന്ത്രിക്കേണ്ടത്. നമ്മൾ ഇത് കാണാൻ എടുത്തോ, ഇപ്പൊ നമുക്ക് പലപ്പോഴും സംഭവിക്കും, എനിക്കൊക്കെ എപ്പോഴും സംഭവിക്കുന്നതാണ്. എന്താ പറഞ്ഞാൽ നമ്മള് ഫോൺ എടുക്കുന്നത് വേറൊരു കാര്യത്തിനായിരിക്കും, അപ്പോഴായിരിക്കും ഒരു മെസ്സേജ് വന്ന് കിടക്കുന്നത്. അതെന്താന്ന് നോക്കുമ്പോ അല്ലെങ്കിൽ വേറെ എന്തിലോട്ടെങ്കിലും നമ്മൾ തന്നെ വിട്ടുപോകും. നമ്മൾ എന്തിനാണ് ഫോൺ എടുത്തത് എന്ന് നമ്മൾ വിട്ടുപോകും. പക്ഷെ നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ നമ്മളെ തന്നെ ഓർപ്പിക്കണം, ഫോൺ എടുക്കാൻ പോണു, ഞാൻ ഇന്ന ആളെ വിളിക്കാനാണ്, ഇന്ന കാര്യം പറയാനാണ്, അല്ലെങ്കിൽ ഇന്നത് നോക്കാനാണ് എന്ന് ഓർമ്മിക്കണം. പിന്നെ ഇതിലൊരു അഡിക്റ്റഡ് ആകാൻ പാടില്ല. എനിക്ക് ഈ ഗ്രൂപ്പിലുള്ള ആരും അഡിക്റ്റഡ് ആണെന്ന് തോന്നുന്നില്ല. ഇത് ഈ ബുക്കിലുള്ള കാര്യം ഞാൻ പറയുന്നതേ ഉള്ളൂ. ഒരു കാര്യത്തിൽ നമ്മളിങ്ങനെ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ടാ, ഒരു പ്രശ്നത്തിനെ കുറിച്ചുള്ള ഒരു കാര്യം വായിക്കും, അത് കഴിഞ്ഞ് TV ഓണാക്കി അതേ പ്രശ്നത്തിനെ കുറിച്ചുള്ള കാര്യം കേൾക്കും.
അത് കഴിഞ്ഞ് അടുത്ത ടി വി ഓണാക്കി ആ ചർച്ചയിൽ വേറെ എന്തെങ്കിലും വ്യത്യാസം പറയുന്നോ? നമ്മൾ പരീക്ഷയ്ക്ക് പോലും അങ്ങനെ പഠിച്ചു കാണത്തില്ല. ഒരു വിഷയത്തിനെ പറ്റി അല്ലെങ്കിൽ ഒരു ചാനൽ ചർച്ച, പല ചാനലിൽ എന്താ പറയുന്നത്, പത്രത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്, മലയാള മനോരമയിൽ അത് മെൻഷൻ ചെയ്തിട്ടില്ല. എന്ത് ക്യൂരിയോസിറ്റിയാന്ന് നോക്കാം. ഈ ചർച്ചയിൽ നമ്മൾ ഇത്രയും ക്യൂരിയസ് ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, അല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇത് ചുമ്മാ നമ്മുടെ സമയം കളയാൻ. സത്യം പറഞ്ഞാൽ പത്രം വായിക്കുന്നത് പോലും ഒരു വെറും വേസ്റ്റ് ആണെന്നേ പറയാനുള്ളൂ. ജസ്റ്റ് കാര്യങ്ങൾ അറിയണമെന്നല്ലാതെ പത്രത്തിൽ നമ്മൾ വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വായിക്കുകയും ആവശ്യമില്ലാത്ത വായിക്കുകയും വായിച്ചു കഴിഞ്ഞ് അതൊക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കുകയും ആ പേടികൾ നമ്മളിൽ ഇപ്പൊ പാമ്പിന്റെ കാര്യം പറഞ്ഞാലും കുട്ടിയെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാലും ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വെറുതെ ഒരു പേടിയായിട്ട് നിൽക്കുകയും ആ പേടിയെ നമ്മൾ ഇപ്പൊ നമ്മുടെ കുട്ടികളിലാണെങ്കിലും മറ്റുള്ളവരിലാണെങ്കിലും നമ്മൾ ആ പേടിയെ കുത്തിക്കയറ്റുവാണ്. പേടിയില്ലാതെ നടക്കുന്ന മക്കളായിരിക്കും. അവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് അവിടെ പാമ്പുണ്ട്, അങ്ങോട്ട് പോകുമ്പം ഇവിടെ ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ പേടിപ്പിക്കുക, നമ്മളും പേടിക്കുക എന്നുള്ളതാണ് ഇതിൽ കൂടുതൽ നടക്കുന്നത്. അപ്പൊ ന്യൂസ് വായിക്കണമെന്നില്ല, ജസ്റ്റ് നിങ്ങൾ എന്താ കാര്യങ്ങളെന്നൊന്ന് അറിയണം. പക്ഷെ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഒരു കാര്യത്തിനെ പുറകെ പോകേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ ഭയങ്കര ടൈം വേസ്റ്റ് ആണ്. പിന്നെ രാവിലെ തന്നെ പത്രം വായിക്കുന്നത് കൊണ്ട് നമ്മുടെ ഫ്രഷ് മെമ്മറിയിൽ കയറുന്ന ആ സാധനങ്ങളാണ് ഈ വേണ്ടാത്ത, നമുക്ക് ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ. പിന്നെന്താണെന്നറിയാമോ, നമുക്ക് ദിവസം മുഴുവൻ അതിൽ തന്നെ തൂങ്ങി നിൽക്കേണ്ടി വരും. ടേക്ക് ബാക്ക് യുവർ ടൈം. പിന്നെ നമുക്ക് ഇമെയിലൊക്കെ വരുന്നതൊക്കെ ചില ആൾക്കാർ ഇമെയിൽ നോക്കാന്ന് പറഞ്ഞ് രാവിലെ ഇരിക്കും. അതിൽ ഓഫീസിൽ നിന്ന് വരുന്നെന്ന് പറഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നത്. ഓഫീസിൽ നിന്ന് വരുന്ന 2 ഇമെയിലോ മറ്റോ ആയിരിക്കും. അതിന്റെ താഴെ ഇങ്ങോട്ട് ചിലരുടെ പ്രൊമോഷൻ ആയിരിക്കും. നമ്മള് ജോലി കിട്ടാൻ വേണ്ടി ചില ആൾക്കാര് career.com, jobin.com, മറ്റേത് മറിച്ചയിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് പണ്ട്. ജോലി കിട്ടി 10 വർഷം കഴിഞ്ഞിട്ടും അവർ ആ മെയിലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക വെറുതെ. ഇനി വേറെ ശരി, നിങ്ങൾക്ക് ജോലി മാറാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് നോക്കുന്നതുകൊണ്ട് തെറ്റില്ല. അല്ലെങ്കിൽ മാറാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ അപ്പൊ പുതിയതായിട്ട് ഒരു മെയിൽ അയച്ചാലും അവർ തിരിച്ചയക്കും. ഇത് ഇത്രയും 5 വർഷമായിട്ട് കിടക്കുക, എന്നിട്ട് ഇതൊന്നും ഡിലീറ്റ് ചെയ്തില്ല. ആ മെയിലുകാർ തന്നെ ചോദിക്കും, ഇഫ് യു ഡോണ്ട് വാണ്ട് പ്ലീസ് അൺസബ്സ്ക്രൈബ്, അല്ലെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻസ് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം, എന്നാ ഇതിൽ പ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ പ്രസ് ചെയ്യത്തില്ല. അതൊക്കെ അവിടെ കിടക്കും. അതൊക്കെ കിടക്കും. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുകയും ചെയ്യും. അപ്പം നമ്മൾ ഈ മെയിൽ നോക്കാൻ പോകുമ്പോൾ ശരിക്കുള്ള ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ലാതെ ഇതൊക്കെ വെറുതെ നോക്കും. career. എന്റെ ജോലിക്ക് ഇപ്പോഴും മറ്റേടത്ത് വേക്കൻസി ഉണ്ട്, അതുകൊണ്ട് അല്ലെങ്കിൽ മറ്റേ ഇന്ന ജോലിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ, നമുക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നോക്കും. കല്യാണം കഴിഞ്ഞ് 10 വർഷമായവരും മാട്രിമോണിയൽ നോക്കിക്കൊണ്ടിരിക്കുക ചുമ്മാ രസത്തിന്. ഞായറാഴ്ച മാട്രിമോണിയൽ വന്ന് അപ്പൊ അതില് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയാനാ, അല്ലെങ്കിൽ ആർക്കെങ്കിലും കല്യാണം ആലോചിക്കാനാ. ഇവരോട് ആരും പറഞ്ഞിട്ടോ ഏൽപ്പിച്ചിട്ടോ ഒന്നുമില്ല, എന്നാലും ആർക്കെങ്കിലും പറ്റിയ പ്രപ്പോസൽ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാ അതെന്തോസിനാ നമ്മുടെ വെറും ടൈം വേസ്റ്റ് ആക്കാനെന്നല്ലാതെ അന്ന് നമുക്ക് ആ ഞായറാഴ്ച ഈ മാട്രിമോണിയൽ നോക്കി അവിടെ ചെറുക്കനുണ്ട് ഇവിടെ പെണ്ണുണ്ടെന്നൊക്കെ പറയുന്നതുകൊണ്ട് നമുക്ക് വല്ല പ്രയോജനമുണ്ടോ? അതെല്ലാം നമ്മുടെ രാവിലെയുള്ള സമയം നമ്മളുടെ കളയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെയാണ് ഈ ജോലിയുടെ തപ്പുന്നത്, പിന്നെ എന്താ പറയുന്നത്, രാഷ്ട്രീയത്തിന്റെ ചർച്ച കാണുന്നത്. നമുക്ക് ശരിയായിരിക്കും, നമുക്ക് ഓരോ രാഷ്ട്രീയ ഇൻട്രസ്റ്റ് കാണും ഓരോരുത്തരുടെ. അതിനെയൊക്കെ ഞാൻ മാനിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളുടെ ചോയ്സ് ഉണ്ട്, അതനുസരിച്ച് നമുക്ക് പെരുമാറാം. പക്ഷെ നമ്മുടെ സമയം ഇതിലൊക്കെ പോകും. അതുപോലെ ഈ വാട്സപ്പ് മെസ്സേജ് ഒക്കെ വന്നാൽ അപ്പൊ തന്നെ നോക്കണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് അതിനും ഒരു ടൈം വെക്കാം. ഞാൻ ഇത്ര സമയത്ത് വാട്സപ്പ് നോക്കത്തുള്ളൂ. നമുക്ക് അത്യാവശ്യമുള്ളതാണ്. നമുക്ക് ചിലര് ഇപ്പം നമ്മളൊരു കാര്യം ഇപ്പം നമ്മൾ ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുവാണ്, അതിന്റെ ഇടയ്ക്ക് ഡോക്ടർ ശൈല എനിക്കൊരു മെസ്സേജ് ഇടുവാണെങ്കിൽ അത് അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അതൊന്ന് നോക്കണം എന്നുള്ളത് അത്യാവശ്യമാണ്. അപ്പൊ നമുക്ക് നോട്ടിഫിക്കേഷൻ കേട്ടാൽ നോക്കാം. ഇതല്ലാതെ വെറുതെ നമുക്ക് മെസ്സേജസ് ഒക്കെ വരുമ്പോൾ എന്തെങ്കിലും അത്യാവശ്യമാണോ എന്ന് പറഞ്ഞ് ഞാൻ നോക്കിയെന്നാണ്. ആരും ഒരാൾ മരിച്ചെന്നോ ഒരാൾക്ക് ആക്സിഡന്റ് ആണെന്നോ ഒന്നും വാട്സപ്പിലോട്ട് ഇടത്തില്ല. അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വിളിക്കും. ഒരു വട്ടം വിളിച്ച് കിട്ടിയില്ലേ 2-3 പ്രാവശ്യം വിളിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും അത് അത്യാവശ്യമാണ്. അപ്പൊ അത്യാവശ്യം ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മെയിലോ വാട്സപ്പോ ഒക്കെ എപ്പം നോക്കിയാലും നമ്മളിങ്ങനെ അലേർട്ടായിട്ട് ഈ നോട്ടിഫിക്കേഷനും ഈ സാധനങ്ങളും ഒക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കേണ്ട ഒരാവശ്യമില്ല. അയക്കുന്നവർ അയച്ചുകൊണ്ടിരിക്കും. അതും പ്രത്യേകിച്ച് ഈ ഫോർവേഡഡ് വീഡിയോസ് ഒക്കെ ഇല്ലേ,
അതൊക്കെ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഫ്രീ ടൈം, നമ്മളുടെ മെയിൻ കാര്യം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതൊക്കെ നോക്കാം. അത് നോക്കണ്ടെന്നല്ല, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നോക്കാം. പക്ഷെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ആദ്യം കഴിയുക, എന്നിട്ട് നമ്മൾ നോക്കാം. ഒന്നിനും അടിമയാകരുതെന്നുള്ളതാണ് ഇതില് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെ അവര് ഭരിക്കരുത്. വാട്സപ്പോ അല്ലെങ്കിൽ ഇതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ന്യൂസുകളോ ഒന്നും നമ്മളെ ഭരിക്കരുത്. ഫോക്കസ് യുവർ അറ്റൻഷൻ. അതായത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്തിലേക്കാണ് എന്ന് നമുക്ക് ആദ്യം ഒരു ബോധ്യം വേണം. മനസ്സിലായ? നമ്മൾ പല കാര്യങ്ങളിലും ഫോക്കസ് ചെയ്യുന്നുണ്ട്. ആ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളിൽ എത്ര കാര്യങ്ങളാണ് നമ്മളെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്, ഇത് നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. ഇപ്പൊ ഈ നോട്ടിഫിക്കേഷനോ ബെല്ലോ ഒന്നും നമ്മളുടെ ഫോക്കസിൽ വരുന്നതല്ല. ഇപ്പൊ എന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ അതാണ് ഞാൻ പറഞ്ഞത് ആദ്യത്തെ ഇതിൽ അവർ പറയണം, നിങ്ങളെയൊക്കെ എവിടെ എത്തിച്ചേരണം എന്ന് നിങ്ങൾക്ക് ആദ്യം ബോധ്യം വേണം. എന്നിട്ട് അതിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ബോധ്യം വേണം. അല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും അങ്ങനെ ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എന്ത് വേണം എന്നറിഞ്ഞാലേ നമുക്ക് അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് വേണ്ടത് എന്താന്ന് ആദ്യം മനസ്സിലാക്കി ഇരിക്കുക. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒരുപാട് ഡിസ്ട്രാക്ഷൻ ഉള്ള ഒരു ലോകത്താണ് ജീവിക്കുന്നത്. നമ്മൾ ഫോണിൽ കൂടെ ആണെങ്കിലും അല്ലാതെയൊക്കെ ആണെങ്കിലും നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ഇടപെട്ട് പോകും നമ്മൾ അറിയാതെ. അപ്പൊ ഇപ്പം ഒന്നാമത് കോവിഡ് വന്നതിന് ശേഷം കൂടുതലും ഓൺലൈനിലും ഫോണിലും ഒക്കെ ആയതുകൊണ്ട് നമ്മളുടെ ആ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ടൈം ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. പണ്ട് 10 പേജ് വായിച്ചിരുന്ന ആൾക്കാർക്ക് ഇപ്പൊ 1 പേജ് വായിക്കുമ്പോൾ തന്നെ ബോറടിക്കും. കാരണം നമ്മൾ ഈ മൂവിങ് ഒബ്ജക്റ്റ് ആണ് കണ്ടോണ്ടിരിക്കുന്നത്. പിന്നെ ഓൺലൈനിൽ കൂടെ ആണെങ്കിലും മൊബൈലിൽ കൂടെ ആണെങ്കിലും മറ്റു മൂവിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറ്റും, ഈ ഒന്നുമില്ലാതെ ഈ കർത്തഷ്ടം ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സന്തോഷവും തോന്നത്തില്ല. വായിച്ചൊക്കെ അതിനെ മറികടക്കണം. നമ്മൾ ഒരു പ്രാവശ്യം വായിച്ച് 1 പേജേ വായിക്കാൻ പറ്റുള്ളൂ, ഓക്കെ. അടുത്ത പ്രാവശ്യം നമ്മൾ വായിച്ച് അതിനെ മറികടന്നാൽ മാത്രമാണ് നമുക്ക് എന്താ പറഞ്ഞ ആ ഒരു കോൺഫിഡൻസ് വരത്തുള്ളൂ. ഓക്കെ, ഞാൻ ഇപ്പോഴും ഇതായിട്ടില്ല എന്ന്. പിന്നെ ചില ആൾക്കാർക്ക് തീരെ വായിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഓഡിയോ ബുക്ക് കേൾക്കാം. അല്ലെങ്കിൽ അപ്പൊ നമ്മൾ അപ്പൊ ചോദിക്കാം, അത് മൊബൈൽ തന്നെയല്ലേ എന്ന്. മൊബൈൽ തന്നെ ആണെങ്കിലും മൊബൈലിനെ എങ്ങനെ പ്രയോജനപ്പെടുത്തണം നമ്മളുടെ രീതിക്ക്. നമുക്ക് ഒരുപാട് ഇപ്പൊ ഈ പറയുന്ന ഈ ടെഡ് ഫ്രോഗ് ഒക്കെ ഒരുപാട് ഓഡിയോ ബുക്ക് കിടപ്പുണ്ട്. അപ്പൊ ഓഡിയോ ബുക്ക് നമുക്ക് കേൾക്കാം. വായിക്കാൻ ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ ഓഡിയോ ബുക്ക് കേൾക്കാം. വായിക്കാൻ ഇഷ്ടമുള്ളവരാണ്, പണ്ട് വായിച്ചുകൊണ്ടിരുന്നവരാണെങ്കിൽ ഇപ്പൊ കുറവാണ് വായിക്കുന്ന വെച്ചാൽ അത് നമ്മുടെ ആരുടെയും തെറ്റല്ല. നമ്മളിങ്ങനെ ഒരുപാട് യൂട്യൂബും മൂവിങ് ഒബ്ജക്റ്റും ഒക്കെ കണ്ടതുകൊണ്ട് നമുക്കിപ്പോ എല്ലാം കാണാമല്ലോ. നിങ്ങളെല്ലാവരും ഞാൻ കാണുന്നു, നമുക്ക് കണ്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിന് മറ്റേതുമായിട്ട് ബോറായിപ്പോയി. അങ്ങനെ ഒരുപാട് വായിച്ച് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമുക്ക് തിരിച്ചു വരാം, അങ്ങനെ ചെയ്യാം. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ടെക്നോളജി ഈസ് വണ്ടർഫുൾ എന്നുള്ളതാണ്. നേരത്തെ ടെക്നോളജി കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ട് ടെക്നോളജി വണ്ടർഫുൾ ആണ്. എങ്ങനെ? ടെക്നോളജിയെ നമ്മൾ സർവന്റ് ആക്കി നിർത്തിയാൽ, എന്നും സർവന്റ് ആക്കാനേ സമ്മതിക്കത്തുള്ളൂ. ഒരിക്കലും നമ്മൾ ടെക്നോളജിയെ നമ്മുടെ മാസ്റ്റർ ആക്കാനായിട്ട് സമ്മതിക്കരുത്. നമ്മൾ മാസ്റ്ററായിട്ട് നിൽക്കുകയും അതിനെ ഇങ്ങനെ നിയന്ത്രിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യണം. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നിടത്തോട്ട് അത് പോവുകയാണെങ്കിൽ സംഭവം സൂപ്പറാണ്, ടെക്നോളജി വണ്ടർഫുൾ ആണ്. അപ്പൊ നമ്മൾ എപ്പോഴും അതിനടിമയാകരുത് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ കൂടുതലും അങ്ങനെ മൊബൈലും മറ്റുമൊക്കെ യൂസ് ചെയ്യുന്നവർക്കാണ്. സ്ലൈസ് ആൻഡ് ഡൈസ്. അടുത്തത്, നമുക്ക് ഒരു ജോലി വലുതായിട്ട് തോന്നുമ്പോൾ, ഒരു ജോലി ചെയ്യണമെങ്കിൽ അത് ഭയങ്കര വലുതായിട്ട് നമ്മൾ തോന്നും. ഇപ്പൊ നമ്മൾ പഴനിയിലൊക്കെ ചെല്ലുമ്പോൾ 1000 സ്റ്റെപ്പ് കയറണമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തൊരു പാടാ. ഓഹ് എന്റെ പടച്ചോനെ, ഈ 1000 സ്റ്റെപ്പ് ഞാൻ കയറുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ നമ്മളിങ്ങനെ എന്താ പറയുന്നത്, 2-3 സ്റ്റെപ്പ് കയറി, പിന്നെ ഒരു ഫ്ലാറ്റ് സ്ഥലം നടന്നു, പിന്നെ ഒരു 2-3 സ്റ്റെപ്പ് കയറി, അങ്ങനെ നടന്ന് നമ്മൾ 1000 സ്റ്റെപ്പ് അങ്ങ് കയറത്തില്ലേ? നമ്മൾ 1000 സ്റ്റെപ്പ് കയറണം, 1000 എന്ന് കൗണ്ട് ചെയ്യുന്ന നമ്മൾ തന്നെയല്ലേ 2 സ്റ്റെപ്പ് വീതം അങ്ങ് കയറി പോകുന്നത്. അപ്പൊ കയറണം എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള 2 സ്റ്റെപ്പിനെ നോക്കിയാൽ മതി. ഒരുപാട് ദൂരത്തോട്ട് നോക്കുമ്പോഴാണ് നമുക്ക് പാട് വരുന്നത്. ആ 2 സ്റ്റെപ്പ് അങ്ങ് കയറുക, പിന്നെ പയ്യെങ്കിൽ കുറച്ച് സമയം ഇരിക്കുക. അങ്ങനെ നമ്മളറിയാതെ നമ്മൾ അങ്ങനെ പല സ്റ്റെപ്പുകളും കയറും. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ നമുക്ക് ചെയ്യാനുള്ള അതിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്യുകയും ഓരോന്ന് ചെയ്യാനായിട്ട് ഓരോ ടൈം കൊടുക്കുകയും ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തോന്നും. നമ്മൾ എപ്പോഴും പേടിക്കുന്ന ഒരു സാധനം, ഇപ്പൊ നമ്മൾ ഈ പാറ്റയുടെ പേടിയും
പല്ലിയുടെ പേടിയൊക്കെ കളയാനായിട്ട് പിള്ളേർക്ക് ഒരു NLP ടെക്നിക്ക് ഉണ്ട് അതിന്. അപ്പൊ അത് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് ആ പാറ്റയുടെ ഇമേജ് അവരുടെ മനസ്സിൽ ഭയങ്കര വലിയ ഇമേജ് ആണ്. ഇത്രയുള്ള പാറ്റയാണെങ്കിലും അവർ ആ പാറ്റയെ പേടിക്കുന്നത് കൊണ്ട് അവർ കാണുന്നത് ഒരു ഭീകര ജീവിയായിട്ടാണ് അവരുടെ മനസ്സിലുള്ള ഒരു ഇമേജ്. അതുകൊണ്ടാണ് അവർക്ക് അതിന് പേടി തോന്നുന്നത്. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മളും ചെയ്യാനുള്ള. ഇനിയിപ്പൊ അത്രയും ബുക്ക് വായിക്കാനാ, അല്ലെങ്കിൽ അത്രയും കാര്യങ്ങൾ ചെയ്യാനാ, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. നമ്മൾ പിന്നെ ചുമ്മാ വയസ്സിനെയും കൂടെ കുട്ടിപിടിക്കും. എന്റെ ഈ വയസ്സിനൊന്നും ഇതൊന്നും പറ്റത്തൊന്നുമില്ല എന്ന് നമ്മൾ ചുമ്മാ അങ്ങ് പറയും. അപ്പൊ എപ്പോഴും നമ്മൾ ആദ്യം നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന സ്റ്റെപ്പ് കയറുക, അല്ലെങ്കിൽ ആദ്യം മുമ്പിൽ ഇരിക്കുന്ന സാധനം ചെയ്തു തീർക്കുക. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്തടുത്ത സാധനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ വയനാട് ഒരു പേര് ഇടയ്ക്കൽ കേവ്സ്, സത്യം പറഞ്ഞാൽ അത് കുറേ അങ്ങ് കയറി പോണം. ഞാൻ പറയും, നമ്മുടെ മുമ്പിൽ പോകുന്നവര് പറയും ഇച്ചിരി കൂടെ ഉള്ളൂ എന്ന് പറയും. ആ ഇച്ചിരി കൂടെ ഉള്ളെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കാം പോയേക്കാത്. അന്നാണെങ്കിൽ പിള്ളേരൊക്കെ ചെറുതുമാണ്. ഈ 3 പിള്ളേരെയും കൊണ്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനെ കേറുന്ന വഴിയൊക്കെ ഇങ്ങനെ തെന്നുന്ന സ്ലിപ്പറി എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വഴിയായിട്ട് പോയിട്ടുള്ളവരുണ്ടായിരിക്കുമല്ലോ. അപ്പൊ ബുദ്ധിമുട്ടുള്ളൊരു വഴിയായിട്ട് അത് ഇത് ചെയ്യുന്നത്. അവസാനം അവിടെ ചെല്ലുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് അവിടെ ഒന്നും കാണാനില്ല. പിന്നെ സീതാദേവി വന്നിരുന്നതാണെന്നോ അങ്ങനെ എന്തോ ഒരു ഐതിഹ്യം. അതുകൊണ്ട് ആ ഗുഹയ്ക്ക് ഒരു ഇതുള്ളത് കൊണ്ടാണ് അവിടെ കാണാനായിട്ട് പോകുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും ഇത് പറയുമ്പോൾ ഞാൻ എപ്പോഴും അത് ഓർക്കും. ശരിയാണ്, അത്രയും പോണോന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോത്തില്ലായിരുന്നു പറയും. പക്ഷെ എല്ലാരും പറയും ഇനി ഇച്ചിരി കൂടെ ഉള്ളൂ, എന്തായാലും ഇവിടം വരെ ഞാൻ പകുതി ദൂരം എത്തി നടന്നിട്ട് ഇനി എനിക്ക് കയറാൻ വയ്യാന്ന്, ഇവിടം വരെ വന്നല്ലേ അങ്ങ് കയറി ബാക്കിയും കയറാം എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങ് കയറും. അപ്പൊ എന്റെ ഒരു വല്യച്ഛന്റെ മോനുണ്ട്. അപ്പൊ വല്യച്ഛന്റെ മോനോട് ഞാൻ പറഞ്ഞു, എന്നാലും ആ ഇടയ്ക്കൽ കേവ്സ് കയറി ഒരു മണ്ടത്തരമായി പോയല്ലേ, എന്തോരം കയറി. അതൊരു രസമല്ലേ, ഇപ്പൊ എത്തും എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പോകുന്നത് ഒരു രസമല്ലേ. അത് ശരിയാ. അപ്പൊ ആ ഒരു ആസ്പെക്റ്റിൽ ഞാൻ ചിന്തിച്ചു നോക്കിയപ്പോ ശരിയാണ്, നമ്മൾ ഇപ്പൊ എത്തും എന്ന് പോകുന്ന ഒരു യാത്ര ഒരു രസമാണ് എന്ന് പറയുന്ന പോലെ നമ്മൾ അതിന് ആദ്യമേ. പക്ഷെ എന്റെ അടുത്ത് സംസാരിച്ച ആരും പോയി ഇടയ്ക്കൽ കേവ്സിൽ കയറത്തില്ല. അയ്യോ വലിയ പാടാണ്, വലിയ പ്രയോജനം ഇല്ലാതെ പറയും. എന്ന് പറയുന്നത് പോലെ നമ്മൾ ആദ്യം ഇച്ചിരിയേ ഉള്ളൂ, നമ്മൾ നമ്മുടെ മുമ്പിലുള്ള കുറച്ച് കാര്യങ്ങളാണ് കാണുന്നതെങ്കിൽ നമുക്കത് വലിയ കാര്യമായിട്ട് തോന്നത്തില്ല. ഇങ്ങനെയാണ് ഏതൊരു വലിയ ടാസ്കും. നമ്മളിങ്ങനെ ആദ്യം നോക്കുമ്പോൾ നമുക്ക് ഇത്രയും ചെയ്യണം, ശരി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യാം എന്ന് നമ്മൾ വിചാരിക്കുകയും അതിനെ എന്നെ കൊണ്ട് ഇത്രയും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ച് നമ്മളൊരു 20% അതിന്റെ മാറ്റുവാണെങ്കിൽ നമുക്ക് ആ 20% എളുപ്പം ചെയ്തു തീർക്കാൻ പറ്റും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്ന ഇത്രയും ചെയ്യാൻ ഇത്രയും സമയം ഉണ്ടായുള്ളൂ. നമ്മളിവിടെ പല സ്ഥലങ്ങളിലും നമ്മൾ നടന്നു പോകാൻ ഉദ്ദേശിക്കുമ്പോൾ ഓർക്കും, അവിടെ വരെ നടന്നു പോകാൻ ഒരുപാട് ദൂരമുണ്ട് എന്നോർക്കും. പക്ഷെ നടക്കുമ്പോൾ നമ്മൾ എളുപ്പം എത്തിയതുപോലെ തോന്നത്തില്ലേ. ഇപ്പൊ പണ്ടൊക്കെ ആൾക്കാർ ഒരുപാട് ദൂരം സ്കൂളിലൊക്കെ നടന്നു എന്നൊക്കെ പറയുന്ന അന്ന് നമ്മൾ അങ്ങ് നടന്നു പോവുകയാണ്. അതെന്തോരം ദൂരമുണ്ട്, അല്ലെങ്കിൽ ദൂരത്തിന് വേറെന്തെങ്കിലും ചെയ്യാം, വേറെന്തെങ്കിലും കാറിൽ പോകാം എന്നാരും ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് അവരങ്ങ് നടന്നു. അപ്പൊ നമ്മളിങ്ങനെ ചിന്തിച്ചാണ് പല കാര്യങ്ങളിലെയും വലുതാക്കുന്നത്, അല്ലെങ്കിൽ അതൊരു വലിയ ടാസ്ക് ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ എപ്പോഴും നമ്മള് കൊച്ചായിട്ട് 100 സ്റ്റെപ്പ് കയറണമെങ്കിൽ 20 സ്റ്റെപ്പൊക്കെ എന്നെ കൊണ്ട് പറ്റും, അത്രയും കയറുക. അത് കഴിഞ്ഞ് ഒരു റെസ്റ്റ് എടുത്തിട്ട് അടുത്ത 20 കയറുക. അങ്ങനെ നമ്മൾ പോകുമ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും. നമ്മളൊരു വലിയ ദൂരത്തിലോട്ട് പോകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഒരു ഇരുട്ടത്ത് പോകുമ്പോൾ നമുക്ക് ചെല്ലാനുള്ളത് ആലപ്പുഴയാണെങ്കിൽ ആലപ്പുഴ വരെ ടോർച്ച് അടിച്ച് നമ്മൾ പോകത്തില്ല. പഴയ കാലത്തൊക്കെ ആൾക്കാർ ടോർച്ച് അടിച്ചും ചൂട്ടത്തെയൊക്കെ അവരുടെ മുമ്പിലുള്ള ചെറിയ ദൂരമാണ് ആ ടോർച്ച് കൊണ്ട് കാണാൻ പറ്റുന്നത്. അത്രയും ദൂരം നമ്മൾ പോകും. അത് കഴിയുമ്പോൾ അടുത്ത എത്രയും ദൂരത്തേക്കുള്ള വെളിച്ചം കാണും. അപ്പൊ നമ്മൾക്ക് ആ അടുത്ത ദൂരത്തിലേക്ക് പോകും. ഇപ്പോ പല ആൾക്കാരും പല ആൾക്കാരുടെ കയ്യിലും ഒരുപാട് കണ്ടന്റ് ഒക്കെ ഇരിപ്പുണ്ട്. എഴുതിയ ബുക്ക് എഴുതാനുള്ള കണ്ടന്റ് ഒക്കെ ആൾക്കാരുടെ കയ്യിലുണ്ട്. അപ്പൊ അവരോട് നമ്മൾ ചോദിക്കും, ബുക്ക് എഴുതുന്നുണ്ടോ, ബുക്ക് എഴുതാമോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അവര് പറയും, ഏത് പബ്ലിഷേഴ്സിനടുത്ത് കൊടുക്കും. ഇവിടെ സത്യം പറഞ്ഞാൽ അവര് എഴുതി തുടങ്ങിയിട്ട് പോലും ഇല്ല, എന്നാലും എവിടെ പബ്ലിഷ് ചെയ്യും അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എന്താ പറഞ്ഞ അവരെ തന്നെ ഡിസ്കറേജ് ചെയ്യും. നമ്മുടെ ഒക്കെ ആര് പബ്ലിഷ് ചെയ്യാനാ, അല്ലെങ്കിൽ ഇത് എങ്ങനെ ഒരു ബുക്ക് ആക്കാനാ എന്നൊക്കെ നമ്മളെ തന്നെ ഡിസ്കറേജ് ചെയ്യും. സത്യം പറഞ്ഞാൽ ഇവരുടെ ഒരുപാട് ഐഡിയാസ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ നിങ്ങളിലുള്ള ഐഡിയകൾ ഒന്ന് എഴുതി വെക്കും. ഒരു 10 പേജെങ്കിലും നിങ്ങളൊന്ന് എഴുതി വെക്കുക. അത് തുടങ്ങിയിട്ടേ ഇല്ലാത്ത മനസ്സിലിരിക്കുന്നതോ അല്ലെങ്കിൽ പല കാര്യത്തിന് വേണ്ടി പ്രസന്റ് ചെയ്തതോ ആയ പല കാര്യങ്ങൾ ആൾക്കാരുടെ കയ്യിലുണ്ട്. അത് നമ്മൾ
ഒരുമിച്ചാക്കാൻ നമ്മുടെ മനസ്സിലൊരു പേടിയാണ്. ഓ, അതൊന്നും എന്നെ കൊണ്ട് സാധിക്കത്തില്ല, അല്ലെങ്കിൽ ഞാനൊക്കെ എന്ന് എഴുതി തീരാനാ എന്നുള്ള ഇതെല്ലാം ഞാൻ പറയുമ്പോൾ ഞാൻ ഇതിലൊക്കെ മികവുറ്റ ആളാണെന്നല്ല, എനിക്കും കൂടെ ഉള്ള മെസ്സേജാണ് ഞാൻ ഈ പറയുന്നത്. ആ ബുക്ക് വായിച്ചിട്ട് എനിക്കും നിങ്ങൾക്കും കൂടെ ഉള്ള മെസ്സേജാണ് പറയുന്നത്. അല്ലാതെ ഇതെല്ലാം എന്നെ കൊണ്ട് സാധിച്ചത് കൊണ്ട് ഞാൻ എടുത്ത് നിങ്ങളോട് പറയുമല്ല. ഇത് പറയുമ്പം എനിക്ക് എന്നോട് തന്നെ ഒരു നാണക്കേടുണ്ടാവും, ഞാൻ അത്രയും പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ ചെയ്യണമല്ലോ എന്ന് എനിക്ക് തോന്നും. അതിനു വേണ്ടിയിട്ടും കൂടെയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തെടുക്കണമെന്ന് വെച്ചാൽ, നമുക്ക് എന്താണ് ഒരു ഐഡിയ തോന്നി അത് ഒരു ജസ്റ്റ് ഒരു പേപ്പറിൽ എഴുതുക. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു കാര്യത്തിനെ പറ്റി നമുക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമ്മൾ എഴുതാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് ബാക്കിയും കൂടെ കിട്ടുന്നത്. നമുക്ക് ഒരു പോയിന്റ് എങ്കിലും നമ്മൾ എഴുതിയാൽ നമുക്ക് കിട്ടും. നമ്മൾ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനെ പറ്റി, ഇപ്പോൾ നമ്മളൊരു പ്രോഗ്രാമിനെ പറ്റിയോ അല്ലെങ്കിൽ ഒരു സ്പീച്ചിനെ പറ്റിയോ സംസാരിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിലേക്ക് ആ ഐഡിയ വരത്തുള്ളൂ. അല്ലാതെ ഐഡിയ വന്നിട്ട് നമ്മൾ എഴുതാനായിട്ട് സാധിക്കത്തില്ല. ഇപ്പൊ എന്ന് പറഞ്ഞ പോലെ ഒരു ബുക്കോ ഒരു എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ അത് എഴുതാനായിട്ട് നിങ്ങൾ ആദ്യം ഒന്ന് എഴുതി നോക്കും. അപ്പൊ നമ്മൾ മനസ്സിൽ വിചാരിച്ച 2 പോയിന്റ് ആണെങ്കിൽ അത് എഴുതുമ്പോൾ നമുക്ക് 5 പോയിന്റ് കിട്ടും. അപ്പൊ ആ 5 പോയിന്റ് കിട്ടുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് അതിനൊരു കണ്ടിന്യൂഷൻ കിട്ടും. പിന്നെ ശരി, നിങ്ങൾക്ക് അത്ര ഉള്ളെങ്കിൽ അവിടെ കൊണ്ട് നിർത്തിയാലും നിങ്ങളുടെ മനസ്സ് അതിന്റെ വേറെ പോയിന്റ്സ് കണ്ടുപിടിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യണം. ഏതൊരു കാര്യവും ചെയ്യാൻ പറ്റും, നമുക്ക് എത്ര ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം. ആദ്യമേ നമുക്ക് പറ്റൂല എന്ന് പറയരുത്. നമ്മൾ ചെയ്യാൻ പറ്റുന്ന അത്ര എഴുതുക. എഴുതിയതിനു ശേഷം പിന്നെ നോക്കുമ്പോൾ ആയി, അപ്പൊ പിന്നീട് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അത് എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്ന് നമുക്ക് തന്നെ ബോധ്യം കിട്ടും. കാരണം ഈ എല്ലാ കഴിവുകളും എല്ലാ ഐഡിയാസും നമ്മുടെ മനസ്സിൽ ഇരിപ്പുണ്ട്, നമ്മൾ അത് എടുത്ത് നോക്കുന്നില്ലെന്നേ ഉള്ളൂ. അതിന് പകരം നമ്മൾ ഞാൻ എങ്ങനെ എഴുതാല്ലേ, ആരോടെങ്കിലും ചോദിക്കാല്ലേ, ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് പറ്റുമെന്നറിയാം, നമ്മളുടെ കയ്യിലുള്ള ഐഡിയാസും കൂടെ നമ്മൾ അവിടെ കുഴിച്ചു മൂടും. നമ്മൾ തന്നെ നമ്മളോട് പറയും അതൊന്നും പറ്റത്തില്ല. അപ്പൊ നമുക്കൊരു ടെൻഷൻ വരും. ഒരു സാധനം ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് അയ്യോ അത് എങ്ങനെ ചെയ്യാനാ, എന്താ ചെയ്യാനാ എന്നൊക്കെ നമുക്കൊരു വെപ്രാളം വരും. അപ്പൊ നമ്മൾ എന്തെടുക്കുമെന്നറിയോ, ഓ അത് വേണ്ട എന്നങ്ങ് വെക്കും. വേണ്ടെന്ന് വെക്കുമ്പോൾ നമുക്കൊരു സമാധാനമാവും. ഓക്കെ, വേണ്ട. ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് പോകുന്നതാണെങ്കിൽ പോലും അങ്ങനെയാ. ഒരു സ്ഥലത്ത് പോകണം, നമുക്ക് ട്രാവൽ ചെയ്യാനൊക്കെ ഇൻട്രസ്റ്റ് ആണെങ്കിലും അവിടെ പോകണമെങ്കിൽ അത് വേണം, ഇത് വേണം, വിസ ശരിയാക്കണം, പിന്നെ പാസ്പോർട്ട് റിന്യൂ ചെയ്യണം, അല്ലെങ്കിൽ ഡ്രസ്സ് മേടിക്കണം, പൈസ വേണം, ഇങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ ഓർക്കും വേണ്ട, പോണ്ടാന്ന് വെച്ചാൽ പിന്നെ സമാധാനം ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇത്രയും കാര്യങ്ങളുടെ ഒരു ടെൻഷൻ ആകുമ്പോൾ നമ്മൾ എന്തെടുക്കും, വേണ്ടാന്ന് അങ്ങ് വെക്കും. നമുക്കൊരു കിട്ടിയ ചാൻസ് ആയിരിക്കും, പക്ഷെ നമ്മൾ അങ്ങ് വേണ്ടാന്ന് വെക്കും. വേണ്ടാന്ന് വെക്കുമ്പോൾ എന്ത് പറ്റും, അതോടുകൂടി ആ കാര്യം അപ്പോഴത്തേക്ക് സമാധാനം കിട്ടും. പക്ഷെ നമ്മൾ മിസ് ചെയ്യുന്നത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ചെറിയ ചെറിയ വർക്കുകൾ ചെയ്താൽ മതിയായിരിക്കും. ഒരെണ്ണം കഴിയുമ്പോൾ ഒരെണ്ണം ചെയ്യാം, ഒരെണ്ണം കഴിയുമ്പോൾ ഒരെണ്ണം ചെയ്യാം. അങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കും. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ജോലിയെയും ഇങ്ങനെ സ്ലൈസ് ചെയ്യുക. സ്ലൈസ് ചെയ്ത് ഓരോരോ സ്ലൈസ് ആയിട്ട് നമ്മൾ എടുത്ത് ചെയ്യുമ്പം ഒരെണ്ണം കഴിയുമ്പോഴത്തേക്ക് അടുത്തത് വന്നോളൂ. അടുത്തത് നമുക്ക് നാച്ചുറലി നമുക്ക് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടും. ക്രിയേറ്റ് ലാർജ് ചങ്ക്സ് ഓഫ് ടൈം. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. വലിയ ജോലികൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജോലി ചെയ്യാൻ കൂടുതൽ സമയം എടുക്കുക. അപ്പൊ 24 മണിക്കൂർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് 24 മണിക്കൂർ ഉണ്ടെങ്കിലും നമുക്ക് അങ്ങനൊന്നും നമ്മൾ കൗണ്ട് ചെയ്യുന്നില്ല നമ്മുടെ ടൈമിന്. നമ്മൾ രാവിലെ ആവുന്നു, രാത്രി ആവുന്നു, ഇതിന്റെ ഇടയിൽ നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു, പ്രയോജനം ഉള്ളതും ചെയ്യുന്നു, ഇല്ലാത്തതും ചെയ്യുന്നു. പക്ഷെ നമ്മൾ ചെറിയൊരു ഇത് വേണം, എനിക്ക് എന്താണ് ഇമ്പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പൊ നാളെ ഞാൻ 1 മണിക്കൂർ അതിനു വേണ്ടി എടുക്കും. ആ 1 മണിക്കൂറിനെ തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. 20 മിനിറ്റ്സ് ഇതിനെടുക്കും, 20 മിനിറ്റ്സ് അതിനെടുക്കും. അങ്ങനെ നമുക്ക് എടുത്ത് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ അത് എന്നിട്ട് വൈകുന്നേരം ചെക്ക് ചെയ്യുക, ഞാൻ ഇത് ചെയ്തോ. നമുക്ക് പുതിയ ലാംഗ്വേജ് പഠിക്കാനോ, ഈ പറഞ്ഞതുപോലെ ചില ഓഡിയോ ബുക്ക് കേൾക്കാനോ, അല്ലെങ്കിൽ പുസ്തകം വായിക്കാനോ, മറ്റേ പഠിക്കാനോ എന്താ ഇത് ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും. ഓരോരുത്തരുടെയും ഫീൽഡ് വേറെ ആയിരിക്കും, ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റ് വേറെ ആയിരിക്കും, അവർ വളരാനുള്ള ഫീൽഡ് വേറെ ആയിരിക്കും. അപ്പൊ അതിലെന്തോരം നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് നമ്മൾ ഇടണം. ഇപ്പം പല വിജയിച്ച ആൾക്കാരും ടൈമിനെ 1 മണിക്കൂറായിട്ടൊന്നുമില്ല, 5 മിനിറ്റ് ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്തിട്ടാണ് അവരവരുടെ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. നമ്മളൊരു ഫോണിൽ സംസാരിച്ച് തന്നെ നമ്മൾ ചിലപ്പോൾ 45 മിനിറ്റ് പോകും, അറിയത്തില്ല. സംസാരിച്ച് കഥ പറഞ്ഞ് അങ്ങനെ അങ്ങ് പോകും. വിളിച്ചത് ഒരു കാര്യത്തിനായിരിക്കും, അത് ചോദിക്കുന്നതിന് മുമ്പ് എന്തുണ്ട് വിശേഷം എന്ന് വെറുതെ ഒരു വാക്ക് ചോദിക്കും. അപ്പൊ ആ വിശേഷം അങ്ങ് തുടങ്ങും. അവസാനം വിളിച്ച കാര്യം നല്ല രീതിയിൽ ചോദിക്കണമെന്നില്ല,
പെട്ടെന്ന് ചോദിക്കും, ചിലത് മറന്നും പോകും. ശരി, അത് കഴിയുമ്പോഴത്തേക്ക് അയ്യോ നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നേ, അല്ലെങ്കിൽ ഫോൺ അടിക്കുന്ന, അടുത്ത വേറെ ഏതെങ്കിലും കോള് വരുന്നെന്ന് പറഞ്ഞായിരിക്കും നമ്മൾ വെക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമ്മളിപ്പോ ഒരു ഫോൺ എടുക്കാൻ വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കുമ്പോഴോ 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് സംസാരിക്കും, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യാൻ 5 മിനിറ്റ്. ഇപ്പൊ വായിക്കാനൊക്കെ നമ്മൾ 20 മിനിറ്റ്സ് എടുത്താൽ മതി. കാരണം 20 മിനിറ്റ്സ് ആണ് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മൾ 1 മണിക്കൂർ പ്രോഗ്രാം ഒക്കെ വെക്കുവാണെങ്കിൽ 20 മിനിറ്റ് ഒക്കെ എല്ലാവർക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം ഒരു ബ്രേക്ക് എടുത്താലാണ് നമുക്ക് പറ്റുന്നത്. ഒരു ചെറിയ ബ്രേക്ക് എങ്കിലും നമുക്ക് വേണം, അല്ലെങ്കിൽ നമുക്ക് അത്ര കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഉറക്കം വരും. നമുക്ക് ആ ഇരിപ്പ് തന്നെ ഇരിക്കുമ്പോഴത്തേക്ക് വരും. പക്ഷെ നമ്മൾ പണ്ടൊക്കെ പഠിക്കാനൊക്കെ 1 മണിക്കൂറൊക്കെ ഇരിക്കും, നമ്മൾ നമ്മളെ തന്നെ പുഷ് ചെയ്ത് നമ്മൾ വെച്ച് നമ്മൾ ഇരിക്കാറുണ്ട്. അപ്പൊ എന്ന് പറയുന്ന പോലെ നമ്മളിങ്ങനെ ശരി 5 മിനിറ്റ്, എല്ലാരും ഓർക്കുന്ന എല്ലാം സ്വസ്ഥമായിട്ട് പിള്ളേരൊക്കെ പഠിക്കാനൊക്കെ ഇരിക്കുമ്പോഴേ എല്ലാം കഴിഞ്ഞ് വന്ന് പഠിക്കാനിരിക്കണം എന്ന് പറയും. പക്ഷെ ആ പഠിക്കാനിരുന്നാലും അവർക്ക് 20 മിനിറ്റ്സ് ഇരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ എല്ലാം കഴിയാൻ നിൽക്കേണ്ട, അതിനു മുമ്പ് ഒരു 20 മിനിറ്റ്സ് ഇരുന്നിട്ട് പിന്നെ ആ ബാക്കിയുള്ള ജോലി ചെയ്തിട്ട് പിന്നെയും 20 മിനിറ്റ്സ് ഇരുന്നിട്ട് അങ്ങനെ അങ്ങനെ നമ്മൾ പഠിക്കാൻ നിൽക്കുന്ന കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യവും ഓക്കെ ആ 5 മിനിറ്റ്സ് ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യാം, ആ 10 മിനിറ്റ്സ് ഞാൻ എനിക്ക് ഇന്നത് ചെയ്യാം, 20 മിനിറ്റ്സ് ഞാൻ വായിക്കാം, അങ്ങനെയെന്ന് പറഞ്ഞ് നമ്മൾ ആ ടൈമിനെ ഡിവൈഡ് ചെയ്യണം. പിന്നെ ഡെവലപ്പ് എ സെൻസ് ഓഫ് അർജൻസി. അർജൻസി ഇല്ലെങ്കിൽ ഒരു കാര്യം നടക്കത്തില്ല. നമ്മളൊരു പ്രോഗ്രാം നടത്തണം എന്ന് വിചാരിച്ചു, ഇന്ന ഡേറ്റിൽ വിചാരിച്ചാൽ ആ ഡേറ്റിന് മുമ്പ് നമ്മൾ എങ്ങനെയെങ്കിലും ഒരാളെ കിട്ടിയില്ലെങ്കിൽ വേറെ ആളെങ്കിലും ഒക്കെ തപ്പിക്കൊണ്ട് വന്ന് ആ സമയം ആകുമ്പോൾ അതെല്ലാം അതിന്റെ തലേദിവസം ആകുമ്പോഴേ എല്ലാം ശരിയാകത്തുള്ളൂ. ആ പ്രോഗ്രാം തന്നെ ഒരാഴ്ചയും കൂടെ നീട്ടിന്ന് വെച്ചോ, ഇതൊന്ന് ശരിയാകാന്ന്, അപ്പോഴും അതിന്റെ തലേദിവസമേ എല്ലാ സംഭവവും നടക്കത്തുള്ളൂ. അതിന് മുമ്പ് നമ്മളെല്ലാം റെഡിയാക്കി വെക്കത്തില്ല. അപ്പൊ നമ്മളൊരു വീട് വെക്കാനായിട്ട് ഒരാളെ ഏൽപ്പിക്കുകയെന്ന് വെച്ചോ, എന്നിട്ട് അയാളോട് നമ്മൾ പറയാ നിങ്ങൾ നന്നായിട്ട് വെക്കണം, നല്ല സമയമെടുത്ത് വെച്ചോ, നിങ്ങൾ മര്യാദയ്ക്ക് എപ്പം തീർത്തു തരുന്നോ അപ്പൊ എനിക്ക് മതി എന്ന് പറഞ്ഞാൽ അയാൾ 10 വർഷം എടുത്താലും ആ വീട് തീർക്കത്തില്ല. അതേസമയം നമ്മൾ പറയാം ഓണത്തിന് മുമ്പ് കയറി താമസിക്കണം, ഞങ്ങൾ അടുത്ത വരവിന് വരുമ്പോ കയറി താമസിക്കണം, അല്ലെങ്കിൽ ഇന്ന സമയത്ത് താമസിക്കണം എന്നൊക്കെ നമ്മൾ പറയുവാണെങ്കിൽ അത് അനുസരിച്ചിട്ടാണ് അവര് കാര്യങ്ങൾ ചെയ്യുകയും അത് തീർക്കുകയും ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം, നമ്മൾ IT കമ്പനിയിൽ അല്ലെങ്കിൽ മറ്റുള്ള ഇതിലൊക്കെ എല്ലാരും ചെയ്യുന്നത് എങ്ങനെയാ, അവരെന്തെടുക്കും, അവര് ഈ എല്ലാവർക്കും ടാർഗറ്റ് അച്ചീവ് ചെയ്യണം, ഈ മാസത്തിൽ ഇത്ര ചെയ്തിരിക്കണം, ഇത്ര കച്ചവടം ചെയ്ത്, അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അവർ ഓടുന്നത്. ഈ മാസത്തിനുള്ളിൽ അത് തീർക്കണം എന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ നിങ്ങളുടെ ജോലിയുടെ ഇടയിൽ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി, അതിന് നിങ്ങൾക്ക് സ്പെഷ്യൽ റിവാർഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഒരു ടൈം ലിമിറ്റ് കൊടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ, ഒരു പ്രഷർ അവർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അതിന്റെ ഇടയ്ക്ക് വരും. അപ്പൊ നമ്മൾ എപ്പോഴും എന്താന്ന് വെച്ചാല് അങ്ങനെ ഒരു ടൈം വെച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. ഏത് സാധനം നമ്മൾ തയ്ക്കാൻ ഡ്രസ്സ് കൊടുത്താലും അങ്ങനെയാണ്, ഇന്ന സമയം തരണം എന്ന് പറഞ്ഞ ഒരു അർജൻസി അവർക്ക് കൊടുത്താൽ മാത്രമാണ് അവർ പെട്ടെന്ന് തയ്ച്ചെടുത്തുള്ളൂ. അല്ലെങ്കിൽ അവര് നമ്മൾ തയ്ച്ചോ എന്ന് വിളിച്ചു ചോദിക്കുവാണെങ്കിൽ അവർ പറയും തയ്ച്ച്, പക്ഷേ കുറച്ച് ഇതടിച്ചില്ല, അല്ലെങ്കിൽ ഹെമ്മിങ് വെച്ചില്ല, ഹുക്ക് മാത്രം വെക്കാനുണ്ട്, ഇങ്ങനെയൊക്കെ നമ്മളോട് പറയും. നമ്മളൊരു നാളെ എനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ, മറ്റേ എനിക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷന് പോകാനാണെന്ന് ഒരു ടൈം ലൈൻ വെച്ചാൽ മാത്രമേ, ഒരു അർജൻസി ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ഏത് വർക്കും നടക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്താന്ന് വെച്ചാല് ഇത്രാം തീയതിക്കുള്ളിൽ ഞാനത് ചെയ്യണം എന്ന് നമ്മൾ സ്വയം ഒരു അർജൻസി ക്രിയേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ അടുത്ത ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഇന്ന ദിവസം ഇത്രയും തീർത്തിരിക്കണം അങ്ങനെയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഇത് ചെയ്യണം. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ ഒരിക്കൽ ഒരു ജോലി ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഓർക്കും നമുക്ക് പല ജോലി ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് ഓർക്കും. ചില ആൾക്കാർക്ക് പറ്റും കേട്ടോ, എന്നെ കൊണ്ടൊന്നും ഒരു ഫോണിൽ സംസാരിച്ചുകൊണ്ട് പോലും ഒരു കൈ കൊണ്ട് സാധനം എടുക്കാനായിട്ട് പറ്റത്തില്ല. ഫോണിൽ സംസാരിക്കുമ്പോൾ ഇരുന്ന് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വേറെ ആൾക്കാരൊക്കെ ഫോൺ ഓൺ ചെയ്തിട്ടിട്ട് കുക്കിങ്ങോ അത് ഇതൊക്കെ അവർക്ക് ഈസി ആയിട്ട് പറ്റും. പക്ഷെ എനിക്ക് അതുപോലും പറ്റത്തില്ല. എനിക്ക് ആ ഫോണിൽ സംസാരിച്ചാൽ അത് അത്രയും കോൺസെൻട്രേഷനേ ഉള്ളൂ, വളരെ അത്രയും സ്പാനേ ഉള്ളൂ. അപ്പൊ പക്ഷെ എന്താ പറയുന്നത്, നമ്മൾ കുറച്ചും കൂടെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പം എന്താ പറയുന്നത്, ദോശ ചൂടുവാണെങ്കിൽ മര്യാദയ്ക്ക് ദോശ ഇടുക, ചപ്പാത്തി കൊണ്ടാണെങ്കിൽ മര്യാദയ്ക്ക് അതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫോണിൽ സംസാരിച്ചില്ല എന്നുള്ളത് കൊണ്ട് ഒരാൾ ശ്രദ്ധിക്കുന്നല്ല. ഏത് ജോലിയാണോ ചെയ്യുന്നത് അതങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് അതിൽ മാത്രം ശ്രദ്ധിച്ച് അങ്ങനെ ചെയ്യാം, മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാം. മിക്കപ്പോഴും നമ്മൾ ഒരു ജോലി ചെയ്യുകയും നമ്മുടെ മനസ്സ് വേറൊരു സ്ഥലത്ത് ആയിരിക്കും. നമ്മളിപ്പോ എന്താ പറയുന്നത്, തൂക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് തൂക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ വേറെ ഒരു ശ്രദ്ധയായിരിക്കും.
വേറെ ഒരു കാര്യമായിരിക്കും നമ്മൾ ഓർക്കുന്നത്. എന്ന് പറയുന്നത് പോലെ ഏത് കാര്യത്തിനും, അതിപ്പോ അടുക്കളയിലെ ജോലിയാണെങ്കിലും വേറെ ജോലിയാണെങ്കിലും അതിൽ ചെയ്യുമ്പോൾ അതിലോട്ട് ശ്രദ്ധിച്ച് അതിലോട്ട് ഫുള്ള് സമയം ഇടുക എന്നുള്ളതാണ്. 22 ആയി എന്റെ. ഓക്കെ. അപ്പൊ അത്രയാണ് ഞാൻ ബാക്കി ക്ലാസ്സിൽ, അന്നത്തെ ക്ലാസ്സിൽ മിച്ചം ഉണ്ടായിരുന്ന ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ അന്ന് ഞാൻ ഒരു കഥ പറഞ്ഞായിരുന്നു, അത് ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല. ഒരു കൊട്ടാരത്തിലോട്ട് രണ്ടാൾക്കാരെ വിളിക്കും രാജാവ്. ഒരുപാട് വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളൊക്കെ കൊടുക്കും. രണ്ടുപേരും വലിയ സന്തോഷത്തില് 2 ദിവസം കൊണ്ട് ഭക്ഷണം കഴിക്കാതെ അവിടെ വരും. അപ്പൊ എല്ലാം വെച്ചതിന് ശേഷം വലിയൊരു ഇതിനകത്ത് ഒരു അടപ്പൊക്കെ വെച്ച് ഒരു സാധനം കൊണ്ടുവരും. അപ്പൊ അതെന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ 2 തവളയായിരിക്കും. അപ്പൊ രാജാവ് പറയും, എല്ലാം നിങ്ങൾക്ക് കഴിക്കാം, ഇവിടെയുള്ള എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്ക് ഉപയോഗിക്കാം, പക്ഷെ ഈ തവളയും തിന്നണം എന്ന് പറയും. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കഥയാണ്. അപ്പൊ ഉടനെ അപ്പൊ അവർക്ക് ഭയങ്കര തവളയെ കാണുമ്പോൾ തന്നെ ഇത് തിന്നാതെ പോകാൻ പറ്റത്തില്ല. രാജാവ് പറയുമ്പോൾ നമ്മൾ എല്ലാം കേൾക്കണമല്ലോ. അപ്പൊ അതിലൊരാൾ എന്തെടുത്തെന്നറിയാവോ? ആദ്യം തന്നെ ആ തവളയെ എടുത്തങ്ങ് തിന്നു കഴിഞ്ഞിട്ട് ആള് സമാധാനമായിട്ട് മറ്റുള്ള സാധനങ്ങളൊക്കെ എൻജോയ് ചെയ്ത് തിന്നാൻ തുടങ്ങി. മറ്റേ ആളെന്തെടുത്ത് തവളയെ കാണുമ്പോ പുള്ളിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇതിനെ എങ്ങനെ തിന്നാനാണെന്ന്. അയാള് ഓർത്തോ, സമാധാനമായിട്ട് ഇതിൽ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എത്ര ടേസ്റ്റുള്ള സാധനങ്ങളുണ്ട്, ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ പുള്ളി തിന്നും. പക്ഷെ അത് ഓരോന്ന് തിന്നുമ്പോഴും ഈ തവളയെ ഞാൻ തിന്നണമല്ലോ എന്ന് ഓർക്കും. എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മളുടെ എല്ലാവരുടെയും കാര്യങ്ങൾ. ആദ്യം നമ്മൾ ഇമ്പോർട്ടന്റ് എന്ന് വിചാരിക്കുന്ന കാര്യം ചെയ്തില്ലെങ്കിൽ നമ്മളെ ആ ആളുടെ പോലെ തന്നെ എനിക്ക് ആ തവളയെ തിന്നാനുണ്ടല്ലോ നമ്മൾ ഓർക്കും. അതുകൊണ്ട് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജോലി ഫസ്റ്റ് തീർക്കുക. ഫസ്റ്റ് തീർത്തതിന് ശേഷം അത് കഴിയുമ്പോൾ പിന്നെ മറ്റുള്ള ജോലികളൊക്കെ വളരെ ഈസിയാ. അതെനിക്ക് സ്വന്തം അനുഭവം എനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. നമ്മൾ മറ്റുള്ള ജോലി പിന്നെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ സന്തോഷമായിട്ട് തോന്നും. അപ്പൊ അതാണ് എനിക്ക് ഇന്ന് പറയാനുള്ള മെസ്സേജ്. താങ്ക് യു. തീർന്നു. ഓക്കെ ജിനി ഡോക്ടറെ, വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ആസ്വദിച്ചാണ് ഡോക്ടർ ക്ലാസ് എടുത്തത്. ഞങ്ങളും ആസ്വദിച്ചു. ആ മെസ്സേജൊക്കെ എല്ലാം ഒത്തിരി ഉദാഹരണത്തിലൂടെയാണ് ഒരു മെസ്സേജുകൾ ഡോക്ടർ പറഞ്ഞത്. ഒരുപാട് ഉദാഹരണങ്ങളും പറഞ്ഞു. അവസാനം ഒരു കഥ പറഞ്ഞു നിർത്തി. അപ്പൊ എന്തായാലും ഡോക്ടർ എന്താണോ ഉദ്ദേശിച്ചത് നല്ല രീതിയിൽ നമുക്കെല്ലാം ചെയ്താലും ചെയ്തില്ലെങ്കിലും മനസ്സിലായി. അതന്നെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എനിക്കും കൂടെ ചേർത്തൊരു മെസ്സേജ് പറഞ്ഞതേ ഉള്ളൂ. ബ്രയാൻ ട്രേസി പറഞ്ഞു തന്ന ഐഡിയാസ്, അതൊക്കെ പ്രയോഗിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഐഡിയകൾ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ആർക്കും അത് പ്രയോഗിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. മനസ്സിലാകാത്ത കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പൊ ഇനി മറ്റുള്ളവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. ഡോക്ടർ എന്താണ് ഉദ്ദേശിച്ചത് അതെല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമുക്ക് മറ്റ് ശ്രോതാക്കളിലേക്ക് പോകാം. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് പറയണേ. വൈദ്യര് ഡോക്ടറുണ്ട്, എബ്രഹാം വൈദ്യര് ഡോക്ടറുണ്ട്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. വൈദ്യര് ഡോക്ടർ, ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? സംശയം ആർക്കും കാണൂലെന്ന് വിചാരിക്കും. ക്ലാസ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് ഡോക്ടർ ക്ലാസ്സിലോ അത് നല്ലതായിട്ട് ഓർമ്മയുണ്ടായിരുന്നു. അത് പലതും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ന് തന്നെ പകല് വലിയൊരു ഡോക്ടറായിട്ട് സംസാരിച്ചു, CJ വർഗീസൊക്കെ സംസാരിച്ചു. അപ്പം ഡോക്ടർ പറഞ്ഞ് ഇച്ചിരി തെറ്റിയെന്ന് പറഞ്ഞാൽ ഇന്നത് പഠിക്കാൻ എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ തിരുത്തി. അങ്ങനെ പറയാൻ തന്നെ നടക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഓർമ്മ വന്നു ഈ ഡോക്ടറുടെ ക്ലാസ്സിലും പിന്നെ ഇന്നർ കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞ ആ ബുക്ക് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നപ്പോഴത്തേക്ക് എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞത് തെറ്റിപ്പോയി എന്ന് മനസ്സിലാക്കി. ഞാൻ അത് പഠിക്കാൻ ആദ്യം ശ്രമിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇംഗ്ലീഷ് മനസ്സിലാക്കിയ പ്രയാസം എനിക്ക് അങ്ങോട്ട് വെറുത്തുപോയി. അപ്പൊ വെറുത്തുന്നല്ല, അതിന്റെ മനസ്സിൽ കിടക്കുന്ന സംഗതിയാ. ഇംഗ്ലീഷിലെല്ലാം എല്ലാം പഠിച്ചു വന്നത് അങ്ങനെ വെറുപ്പുണ്ടാകുന്നത് ശരിയായിട്ടുള്ള സംഗതിയാ. പക്ഷെ ഇംഗ്ലീഷിൽ സഹിച്ച് പഠിച്ചു നോക്കാം. ട്രാൻസ്ലേഷൻ ഉപയോഗിക്കാം, ട്രാൻസ്ലേറ്റർ ഉണ്ട്. അങ്ങനെ ആ രീതി ചെയ്ത്
മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ ചിന്തയെ എല്ലാം മാറ്റിമറിച്ച് ഡോക്ടറാണ് പുസ്തകം വായിച്ചതെങ്കിലും ഞാൻ പുസ്തകം വായിച്ചിട്ടില്ല. എങ്കിലും ആ ഡോക്ടർ നന്നായിട്ട് പുസ്തകം ഉൾക്കൊണ്ട് നന്നായിട്ട് കൺവേ ചെയ്തു എന്ന് പറഞ്ഞ് വളരെ സന്തോഷമുണ്ട്. സ്നേഹം അറിയിക്കുന്നു. ഓക്കെ, സന്തോഷം. സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഓക്കെ, വളരെ സന്തോഷം വൈദ്യുതി ഡോക്ടർ. എന്തായാലും ഡോക്ടർ ആസ്വദിച്ചതെല്ലാം കേട്ടു. അപ്പൊ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അതെ അതെ, അതാണ് ഏറ്റവും വലിയ വിജയം. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നമ്മൾ ബ്ലോഗിനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. ഓക്കെ, അടുത്തത് ഇനി ആർക്കെങ്കിലും ധനേഷ് ഡോക്ടർ ഉണ്ടോ? ധനേഷ് ഡോക്ടറെ ഇത് പറയുന്നു. ധനേഷ് ഡോക്ടർ ഉണ്ടോ? ഉണ്ടല്ലോ ഇത് ഡോക്ടറെ. പറയാൻ എന്ത് സൂപ്പറായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഞാൻ എന്റെ ഭാര്യയോട് മിക്കവാറും പറയുന്ന ഒരു കാര്യമാണ്, ഇവിടെ താൻ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് ഉള്ള സമയങ്ങൾ ആദ്യം വേണ്ട കാര്യങ്ങൾ ആദ്യം ചെയ്യുക. ഇവർക്കാണെങ്കിൽ ഈ വൃത്തി കൂടുതലാണ്. അപ്പൊ അവിടെ ഇവിടെ തുടച്ച് വരുമ്പോഴത്തേക്ക് പരിപാടികൾ താളം തെറ്റും. അപ്പൊ ആദ്യം നമ്മള് പുട്ടുണ്ടാക്കാനാണെങ്കിൽ പുട്ടുണ്ടാക്കി കഴിയുമ്പോൾ തീരെ അവിടെ കിടന്നാൽ അത് തുടച്ചു മാറ്റാതെ അടുത്ത കറി എടുക്കാൻ പോകില്ല. അപ്പം നമുക്ക് ഇതെല്ലാം പ്രശ്നങ്ങൾ വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ഈ പുസ്തകം വായിക്കാതെയാണെങ്കിലും നമ്മുടെ അനുഭവത്തിൽ ഇതെല്ലാം ശരിയാണെന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ശരിക്ക് അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഫസ്റ്റ് പ്രയോറിറ്റി. ഇപ്പൊ നമ്മളൊരു ഡോക്ടറാണ്, ഹോമിയോപ്പതി പ്രാക്ടീസാണ്. പക്ഷെ അതിനിടയ്ക്ക് ഈ പറഞ്ഞ പോലെ IFBSന്റെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെ ഒരു ഗ്യാപ്പ് കിട്ടുന്നു ആ ഗ്യാപ്പിൽ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും നമ്മളൊരു ഗ്യാപ്പ് കിട്ടിയാൽ ആ ഗ്യാപ്പ് നമ്മുടെ ഇങ്ങനെയുള്ള പോസിറ്റീവ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നിലും തടസ്സം ഉണ്ടാവില്ല, ഒരു കാര്യത്തിലും പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ ജീവിതത്തിൽ വിജയം കൈവരിക്കണമെങ്കിൽ നമ്മൾ വേറിട്ട വഴികളിലൂടെ സഞ്ചരിക്കണം. പക്ഷെ നമ്മൾ നയിക്കുന്ന വഴി തെറ്റാണെങ്കിൽ എപ്പോഴും വിമർശനങ്ങൾ കൂടുതലായിരിക്കും. ഒരു പക്ഷെ ശരിയാണെങ്കിലും വിമർശനം കൂടുതലായിരിക്കും. കാരണം ശരിയാണെങ്കിൽ അത് ഡോക്ടറെ കൂടുതൽ വിമർശനം വരുന്നതെന്ന് അവര് എനിക്ക് തോന്നുന്നു. ചിന്തിക്കാത്ത വഴികളിലൂടെ ആയിരിക്കും നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വിമർശനം പോസിറ്റീവായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ കുറെ കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും, അയ്യോ ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നല്ലോ, ആ അദ്ദേഹമായിരുന്നല്ലോ ശരി എന്ന് തോന്നും. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇന്ന് തന്നെയാണെങ്കിലും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എന്റെ വൈഫ് ഞാൻ വരുന്ന സമയത്ത് കഴിക്കാൻ ഞാൻ പറഞ്ഞു, ഭക്ഷണം കഴിക്കാൻ. അപ്പൊ അവിടെ ഇരുന്ന് കളിക്കുക. അപ്പം പുള്ളിക്കാരി പറഞ്ഞു എനിക്ക് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് കഴിക്കാം. അപ്പൊ എന്ത് പറ്റി, റിലാക്സ് ചെയ്യാൻ പോയ സമയത്ത് അങ്ങോട്ട് വിളിച്ചിട്ട് വന്ന് അമ്മമ്മ കളിക്കണമെന്നായി. പിന്നെ അമ്മമ്മയുടെ കൂടെ കളിക്കാൻ തുടങ്ങിയപ്പോൾ അവസാനം എന്ത് പറ്റി, 1 മണിക്കൂർ കഴിഞ്ഞാണ് ഭക്ഷണം അപ്പൊ എല്ലാം താളം തെറ്റി. അപ്പൊ കിട്ടുന്ന ഗ്യാപ്പ് നമ്മൾ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറിക്കിട്ടും. അതാണ് നമ്മുടെ തിയറി. ആ തിയറി തന്നെയാണ് ഈ പറയുന്ന തിയറിയും എന്നാണ് എനിക്ക് എല്ലാ തോന്നുന്നത്. കാര്യങ്ങളും അങ്ങനെയാ ഡോക്ടർ. നമ്മുടെ ഈ അനുഭവങ്ങളാണ് ഇംഗ്ലീഷുകാർ എഴുതി ഇങ്ങോട്ട് വിടുമ്പോഴേ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ, അത്രേ ഉള്ളൂ. അല്ലാതെ എല്ലാ തിയറികളുമേ നമ്മൾക്ക് അറിയാവുന്ന പല കാര്യങ്ങളാണ്. അവര് കഥയായിട്ട് ബുക്ക് എഴുതുന്നത് നമ്മളിത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പൊ നമ്മള് ഈ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ എന്ന് പറയുന്നത് നമ്മുടെ തഥാസ്തുവാണ്. നമ്മൾ പറയുന്നത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചിന്തിക്കുന്നു അത് അവര് പറഞ്ഞു, ഇഫ് യു തിങ്ക് യു ആർ ഗുഡ് തഥാസ്തു. നിങ്ങൾ നല്ലതാണെന്ന് വിചാരിക്കുന്നത് അത് തന്നെയാണല്ലോ നമ്മുടെ തഥാസ്തു. അപ്പൊ എല്ലാം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. അപ്പൊ മാർക്കറ്റ് ചെയ്ത് വേറെ ആൾക്കാർ കൊണ്ടുവരുമ്പോ നമ്മൾ ഇന്നയാളുടെ പുസ്തകം എന്ന് പറയുന്നത് ഇതൊക്കെ ജീവിതത്തിലുള്ള അനുഭവമാണ്. നമ്മുടെ അനുഭവങ്ങൾ കാശ് കൊടുത്ത് മേടിക്കേണ്ട ഒരു അവസ്ഥയായി. ഇനി ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി നോക്കട്ടെ, ബിനോയ് ഡോക്ടർ ഉണ്ടാന്ന് നോക്കട്ടെ. ഇല്ലെങ്കിൽ നമുക്ക് ധനേഷ് ഡോക്ടർ തന്നെ നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കും. ബിനോയ് ഡോക്ടർ ഉണ്ടോ? ബിനോയ് ഡോക്ടർക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞ് അജിന് ഡോക്ടർക്ക് നന്ദിയും പറയാം. അജിൻ ഡോക്ടർ വളരെ നല്ല ക്ലാസ് ആയിരുന്നു, വളരെ ചിന്തിപ്പിക്കുന്നതായിരുന്നു. അതുകൂടാതെ നമ്മുടെ ഡേ ടു ഡേ ലൈഫില് നമ്മള് പ്രാക്ടിക്കലായിട്ട് മിസ് ചെയ്യുന്ന കാര്യങ്ങൾ ആണ് പറഞ്ഞത്. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും മെയിൻ ആയിട്ടുള്ള
അല്ലെങ്കിൽ ഒരു ടഫായിട്ടുള്ള ജോബ്, ഇഫ് യു പ്ലാൻ ടു അറ്റാക്ക് ഇറ്റ്, ദാറ്റ്സ് വേ വി ഷുഡ് ഗോ. അത് വളരെ എഫക്റ്റീവായിട്ട് മാഡം പ്രസന്റ് ചെയ്ത്, അത് നമുക്ക് വളരെ മനസ്സിലാവുന്ന രീതിയിൽ എല്ലാവർക്കും എൻജോയബിൾ ആയിട്ട് പ്രസന്റ് ചെയ്തു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ ഇടയ്ക്കൽ ഗുഹ പോകുന്ന കാര്യം, അത് ഈ ഈ കണ്ടവരാരും ഇനി അത് ട്രൈ ചെയ്തെന്ന് അറിയില്ല, പക്ഷെ എന്തായാലും പോയിക്കുന്നത് നല്ലതാണ്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞത്, ഈ പാമ്പ്, ഈ എവിടെയോ ഒരു കുട്ടി പാമ്പ് കടിയേറ്റ് മരിച്ചു. പക്ഷെ ഇപ്പൊ അതെന്താണ്, ചില മാർക്കറ്റിംഗ് വിദഗ്ധര് അത് വലിയ പ്രോബ്ലം ആക്കിയേക്കാണ് കേരളത്തില്. എല്ലായിടത്തും പാമ്പാണ്. അങ്ങനെ അത് എല്ലാരും പേടിക്കും. അല്ലെ ഇപ്പൊ നമ്മള് അത് തന്നെ. അവിടെ ഇപ്പൊ ഞാൻ ഇത് പറയുമ്പോ എന്റെ ഹസ്ബൻഡ് ഒക്കെ ആണെങ്കിലും ഇത് കേട്ടിട്ടും വായിച്ചിട്ടും ഇപ്പൊ നീ കാറിൽ കയറുമ്പോ പാമ്പ് അവിടെ ഉണ്ടോന്ന് നോക്കണം. ഇത് അത് തന്നെ. കേട്ട് കേട്ട് എനിക്ക് തന്നെ തോന്നും, അയ്യോ പാമ്പ് അവിടെ കിടപ്പോ, ബ്രേക്കിന്റെ അടിയിൽ ചിലപ്പോ പാമ്പ് കാണും, മറ്റേടത്ത് പാമ്പ് ഇത് കാണും. ഓപ്പർച്യൂണിറ്റി ആയിട്ട് ബ്രേക്കിംഗ് ന്യൂസ് ആക്കിയേക്കാണ്. അതുകൊണ്ട് എന്താണ്, എല്ലാ ഹോസ്പിറ്റലുകളിലേക്കും എല്ലാ ക്ലിനിക്കുകളിലേക്കും എല്ലാ ഇവര് ആന്റിവിനം എക്സ്പോർട്ട് ഇമ്പോർട്ട് വലിയ മാർക്കറ്റിംഗ് ആണ്, വലിയ ഫിനാൻഷ്യൽ ബർഡൻ ഉണ്ടാക്കിയിരിക്കുകയാണ്, എല്ലാവരും പേടിപ്പിച്ചിരിക്കുകയാണ്. അത് എന്താ പറയാ, അതൊരു ഓപ്പർച്യൂണിസ്റ്റിക് വ്യൂ ആണ് കേരളത്തിലും ഇപ്പൊ അല്ല അങ്ങനെയല്ല, നമ്മൾ ലോകത്തെല്ലാം. ആ ന്യൂസുകൾ വായിക്കുമ്പോ അതിൽ നമ്മള് ഇതായി പോകുന്നതാണ് ഞാൻ പറയുന്നത്. അതാ ഞാൻ പറയുന്നത്, ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല ഈ ന്യൂസുകളൊന്നും. ഈ നമ്മുടെ വീട്ടിൽ ന്യൂസ് പാമ്പ് ഈ ന്യൂസ് വളരെ വളരെ കൺവീനിയന്റ് ആയിട്ട് ചിലർ മാർക്കറ്റ് ചെയ്യുന്നതാണ്. അതാണ് നമ്മൾ ടി വി ഓൺ ചെയ്യുമ്പോഴും എല്ലാം, എല്ലാ പ്രൈം ന്യൂസിലും ഇപ്പോൾ ആ ഒരു ഇതാണ്, ആ ഒരു പേടിപ്പെടുന്ന ന്യൂസാണ് അവർ മാർക്കറ്റ് ചെയ്യുന്നത്. ദാറ്റ്സ് സംതിങ് വി ഷുഡ് ബി വെരി കെയർഫുൾ. വളരെ നല്ല ലെസൺ ആയിരുന്നു ഡോക്ടർ, എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരുന്നു. താങ്ക് യു വെരി മച്ച് ഫ്രം IFP സ്റ്റാൻഡ് പോയിന്റ് ആൻഡ് ഓൾ ദ പാർട്ടിസിപ്പൻസ്. താങ്ക് യു. അതുകൂടാതെ ഇനി ഇതുപോലുള്ള നല്ല ബുക്കുകളും അതിന്റെ കണ്ടന്റുമായിട്ട് വരാൻ അഭ്യർത്ഥിക്കുന്നു. ഓക്കെ. ബിനോയ് ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എന്തായാലും നമ്മുടെ ഇന്നത്തെ മലയാളം സെഷൻ ഇവിടെ അവസാനിപ്പിക്കുവാൻ സമയമായി. ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.